ഏതെങ്കിലും പ്രതിമകൾ സംസാരിച്ച് ഒരു ചരിത്രം നിങ്ങൾക്ക് തെളിയിക്കാനുണ്ടോ? ഏതെങ്കിലും ബിംബങ്ങൾ സംസാരിച്ച് ഒരു ചരിത്രം നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ടോ? പക്ഷെ ഇന്ന് രാത്രിയിൽ പറയുന്നു, ഈ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അകത്ത് പറയുന്നു, ഈ പ്രതിമയൊരിക്കൽ സംസാരിക്കും, ഈ ബിംബമൊരിക്കൽ സംസാരിക്കും. 99% സംസാരിക്കുവാൻ കരുത്തുള്ളവർ, ഏത് ഭാഷയിലേക്കും ട്രാൻസ്ലേഷൻ നടത്തുവാൻ, ഭാഷാ മാറ്റം നടത്തുവാൻ കരുത്തുള്ള ഒരു പെൺകുട്ടിയെ അവർ നിർമ്മിച്ചിരിക്കുന്നു. മനസ്സിലാകുന്നുണ്ടോ? ഏകദേശം മനുഷ്യൻ്റെ മാംസത്തോട് 100% യോജിക്കുവാൻ കരുത്തോടുകൂടി അവരൊരു പെൺകുട്ടിയെ നിർമ്മിച്ചിരിക്കുന്നു. ചിരിക്കാൻ കരുത്തുണ്ട് കേട്ടോ, കരയാൻ കരുത്തുണ്ട് കേട്ടോ, നോക്കാൻ കരുത്തുണ്ട് കേട്ടോ, സംസാരിക്കാൻ കരുത്തുണ്ട് കേട്ടോ, വിചാര പ്രകടനങ്ങൾ അവതരിപ്പിക്കാൻ കരുത്തുണ്ട് കേട്ടോ. ആൺകുട്ടികൾക്ക് പെൺകുട്ടികൾ ഇല്ലാതെ വരുന്ന കാലഘട്ടത്തിൽ ആമേൻ ഈ സംസാരിക്കുന്ന പ്രതിമയെ കൊണ്ട് ആലയത്തിൽ കൊണ്ടുവെക്കണം. ആലയത്തിൽ കൊണ്ടുവെക്കുമ്പോൾ ആമേൻ ശൂന്യമാക്കുന്ന മ്ലേച്ഛത ആലയത്തിൻ്റെ അകത്ത് വെളിപ്പെടും. നിരവധി അപകടങ്ങളുടെ പരമ്പരകൾ ദേശത്ത് നടക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് രാത്രിയിൽ പറയുന്നു, വലിയൊരു അപകടം സംഭവിക്കുന്നുണ്ട്. മറ്റൊരു അപകടം നടക്കുന്നതിന് മുൻപ് പ്രാർത്ഥിക്കുന്ന ദൈവസഭ ഇവിടെ നിന്ന് എടുക്കപ്പെടും. ശാസ്ത്രലോകം ഒരുപോലെ പറയുന്നു, ബൈബിൾ പറയുന്നത് സത്യമാണ്. ഭൂമിയിൽ ആമേൻ സൂര്യനിൽ എന്തൊക്കെയോ സംഭവിക്കുന്നു, ചന്ദ്രനിൽ എന്തൊക്കെയോ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സൂര്യൻ ഒരിക്കൽ ഇരുണ്ടുപോകുമെന്ന് ബൈബിൾ പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചില്ല. പക്ഷേ ഇന്ന് ശാസ്ത്രലോകം പറയുന്നു, സൂര്യന് അധികം ആയുസ്സില്ല, ചന്ദ്രന് അധികം ആയുസ്സില്ല. ആമേൻ നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്ന് ആമേൻ ഒട്ടിച്ചു വെച്ച എന്തോ പശതീർ നടന്നു വീഴുന്നത് പോലെ, ആലിപ്പഴം പൊഴിഞ്ഞ് താഴോട്ട് വർഷിക്കുന്നത് പോലെ ഈ നക്ഷത്രങ്ങൾ താഴോട്ട് വീഴുവാൻ വെമ്പൽ കൊണ്ട് നിൽക്കുന്നു. ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ബൈബിൾ ഉണ്ടല്ലോ, കാലങ്ങൾക്ക് മുൻപേ പ്രവാചകന്മാർ മുഖേന ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ സൂര്യനൊരു മടക്കമുണ്ടെന്ന്, ഈ സൂര്യനൊരു അസ്തമനമുണ്ടെന്ന്, ഈ സൂര്യൻ പ്രകാശം തരാതെ വരുമെന്ന്, ഈ ചന്ദ്രൻ നിലച്ചു പോകുമെന്ന്, ഈ നക്ഷത്രങ്ങൾ പൊഴിഞ്ഞു പോകുമെന്ന്. ആകാശമണ്ഡലങ്ങളിൽ ഇത് സംഭവിക്കുമ്പോൾ ഈ ദൈവസഭ ഇവിടെ നിന്ന് എടുക്കപ്പെടും. അന്തിക്രിസ്തു എഴുന്നേൽക്കാൻ സമയമായിരിക്കുന്നു. ഞങ്ങളുടെ ശബ്ദവീജിക്കുള്ളിൽ ഞങ്ങളെ ശ്രവിക്കുന്ന നല്ലവരായ ദേശനിവാസികൾ, വീടുകളിൽ, കടവരാന്തകളിൽ, റോഡരികുകളിൽ, റോഡിൽ സഞ്ചരിക്കുന്ന, വാഹനത്തിലായിരിക്കുന്ന, വീട്ടുവേലകളിലായിരിക്കുന്ന എല്ലാ സഹോദരീ സഹോദരന്മാർക്കും ഞങ്ങളുടെ സ്നേഹിതർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും ഞങ്ങൾ അറിയിക്കുന്നു. ഒരു പക്ഷേ ഈ ശബ്ദം നിങ്ങൾക്ക് അരോചകമായി തോന്നാൻ സാധ്യതയുണ്ട്. ഈ ശബ്ദം ഒരു പക്ഷേ നിങ്ങളെ അലോസരപ്പെടുത്താൻ സാധ്യതയുണ്ട്. ചില മിനിറ്റുകൾ ഒരു പക്ഷേ നിങ്ങൾക്ക് വല്ലാത്തൊരു ഇറിറ്റേഷൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എങ്കിലും ഏകദേശം 9 മണിക്കുള്ളിൽ ഞങ്ങൾ ഈ ശബ്ദം ഇവിടെ അവസാനിപ്പിക്കും. അതുവരെയും വളരെ ക്ഷമയോടെ, വളരെ സ്നേഹത്തോടെ നിങ്ങൾ ഞങ്ങളോട് സഹകരിച്ച് ഈ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ദൈവനാമത്തിൽ നിങ്ങളെ ഓർപ്പിക്കുന്നു. സർവശക്തനായ ദൈവം ഈ ദേശത്തെ അനുഗ്രഹിക്കട്ടെ. സർവശക്തനായ ദൈവം ഈ ദേശത്തിലുള്ള എല്ലാ ദേശനിവാസികളെയും, ഞങ്ങളുടെ സ്നേഹിതരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് പ്രാർത്ഥനയോടെ പ്രവേശിക്കുകയാണ്. സുവിശേഷ മഹായോഗങ്ങളുടെ കാതലായ ഭാഗമെന്ന് പറയുന്നത് സുവിശേഷ സന്ദേശം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു സുവിശേഷ മഹായോഗം ഈ ദേശത്ത് ക്രമീകരിക്കപ്പെട്ടത് എന്നുള്ളതിന് ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. നല്ലവനായ ദൈവത്തെ ഉയർത്തുക, ജീവനുള്ള ദൈവത്തെ ദേശത്ത് വരച്ച് കാണിക്കുക, അനേകം പേരെ ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്തുക എന്ന ഒറ്റ ഉദ്ദേശം മാത്രമേ ഞങ്ങൾക്കിതിൻ്റെ പിന്നിലുള്ളൂ. പലപ്പോഴും ശബ്ദങ്ങളും ശബ്ദ വീജികളുമൊക്കെ ദേശത്തുള്ളവർക്കും മറ്റുള്ളവർക്കുമൊക്കെ ഒരു അവസരം തോന്നാറുണ്ട്. ആമേൻ, അത് ചിരപരിചിതമൊന്നുമല്ല. പലപ്പോഴും ഞങ്ങൾ കടന്നുപോയി സുവിശേഷ പ്രസംഗങ്ങൾ നടത്തുന്ന ആമേൻ സുവിശേഷ യോഗങ്ങളിലും മറ്റിതര സ്ഥലങ്ങളിലും പരസ്യക്കവലുകളിലുമൊക്കെ ഇത് ദിനംപ്രതി ഞങ്ങൾ അനുഭവിച്ച് വരുന്നത് കൊണ്ട് ആമേൻ ഇന്ന് രാത്രിയിലും അങ്ങനെയുള്ള അരോസരങ്ങൾ ഞങ്ങൾക്കൊരാവേശം പകരുന്നതോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം പറയുകയാണ്. വളരെ പ്രാർത്ഥനയോടെ തിരുവചനത്തിൻ്റെ സന്ദേശത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് രാത്രിയിലെ തിരുവചനത്തിൻ്റെ സന്ദേശത്തിന് ആധാരമായി 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം അതിൻ്റെ 16-ാമത്തെ വേദവാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ സവിസ്തരം ക്ഷണിക്കുന്നു. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 4-ാമത്തെ അധ്യായം
അതിൻ്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനത്തിൻ്റെ സന്ദേശമാണ് ഇന്ന് രാത്രിയിൽ വായിച്ചത്. ഒരു നിമിഷം എല്ലാ കണ്ണുകളും ഒന്ന് ദൈവസേനയിൽ അടച്ച് നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കുവാൻ വേണ്ടി സമയത്തെ വേർതിരിക്കുക. എല്ലാ കണ്ണുകളും അടയട്ടെ. പ്ലീസ് ക്ലാസ് യുവർ ഐസ്. എല്ലാ കണ്ണുകളും അടയട്ടെ. ഭവനങ്ങളിലായിരിക്കുന്നവർ, ദേശങ്ങളിലായിരിക്കുന്നവർ, വീട് വരാന്തകളിലായിരിക്കുന്നവർ, കടത്തിണ്ണകളിലായിരിക്കുന്നവർ, വഴിയോരങ്ങളിലായിരിക്കുന്നവരെല്ലാം ഒരു നിമിഷം ആമേൻ ആ കണ്ണുകളെല്ലാം ഒന്ന് അടച്ചാട്ടെ. ഇന്ന് രാത്രി നമ്മൾ ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കടന്നു വന്നിരിക്കുന്ന പന്തലിൻ്റെ അകത്തായിരിക്കുന്ന ദൈവജനം ഒരു നിമിഷം എല്ലാവരും അതരങ്ങളെ തുറന്ന് ദൈവത്തോട് സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിച്ചാട്ടെ. ഇന്നലകളിൽ പലരും നമ്മളോട് കൂടെയുണ്ടായിരുന്നു. ഇന്ന് പ്രഭാതങ്ങളിലും നമ്മളോടുകൂടെ പലരും ഉണ്ടായിരുന്നു. പക്ഷേ ഈ പ്രദോഷം കാണാതെ അനുഗ്രഹിക്കപ്പെട്ട ഈ സായം രജനി കാണാതെ പലരും ആമേൻ ജോലിയിലേക്ക് കടന്നുപോയവർ, റോഡുകളിലേക്ക് കടന്നുപോയവർ, വിവിധ മേഖലകളിലേക്ക് യാത്ര ചെയ്ത പലരും ആമേൻ സന്തോഷത്തോടെ ഭവനങ്ങളിൽ നിന്നിറങ്ങി ടാറ്റ പറഞ്ഞ് മടങ്ങി ഞാൻ വേഗത്തിൽ വരുമെന്ന് പറഞ്ഞ് പോയ പലരും ആമേൻ ഭവനങ്ങളിലേക്ക് കടന്നു വന്നത് സന്തോഷത്തിൻ്റെ സമയമായിട്ടല്ല, ദുഃഖസാന്ദ്രമായ അനുഭവത്തിലൂടെ വെള്ളത്തുണിയിൽ പൊതിഞ്ഞു കെട്ടി പന്തലിട്ട ആമേൻ വീടിൻ്റെ മുറ്റത്ത് ആമേൻ വിരിച്ചിരിക്കുന്ന ഡെസ്കിൻ്റെ മുകളിൽ വിരിച്ചിരിക്കുന്ന തുണിയുടെ മുകളിലേക്ക് പെട്ടിക്കകത്ത് വരിഞ്ഞു കെട്ടി കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന മൃതശരീരങ്ങളായിട്ട് നമ്മുടെ പല സ്നേഹിതരും ഇന്ന് രാത്രിയിൽ ആയിട്ടുണ്ട്. പല ഭവനങ്ങളിലും സന്തോഷമുണ്ടായിരുന്നു ഇന്ന് പ്രഭാതത്തിൽ. പക്ഷേ ഈ വൈകിയ സമയത്ത് പല ഭവനങ്ങളുടെയും അകത്തളം നിരാശയുടെയും ദുഃഖത്തിൻ്റെയും നിലവിളിയുടെയും ഒരു രാത്രിയായി മാറിയിരിക്കുകയാണ്. എങ്കിലും ഇന്ന് ഒരു രാത്രി കൂടി, ഇന്ന് ഒരു ആമേൻ ആയുസ് കൂടി നമ്മുടെ ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി ചേർപ്പാൻ ദൈവത്തിന് നമ്മളോട് കരുണ തോന്നിയതോർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അല്പനിമിഷം സ്തോത്രം ചെയ്ത് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. അതരം തുറക്കാതെ മൗനമായിരിക്കുന്നു എങ്കിൽ ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി പറയാതെ ഒരു നന്ദിയില്ലാത്തവരായി തീരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ദൈവത്തോട് കർത്താവേ, ഞങ്ങളുടെ ആയുസ്സിനെ പരിപാലിച്ചതോർത്ത് പ്രകൃതി ദുരന്തങ്ങൾ നിരവധി ഞങ്ങളുടെ ദേശത്ത് കടന്നു വന്നു. പ്രകൃതി ദുരന്തങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ ദേശത്തെ വിഴുങ്ങി. പല പ്രകൃതി ദുരന്തങ്ങളും ഞങ്ങളുടെ സഹപ്രവർത്തകരെ, കൂടപ്പിറപ്പുകളെ, ഞങ്ങളുടെ സഹോദര വൃന്ദങ്ങളെയെല്ലാം 6 അടി മണ്ണിലേക്ക് മടക്കി യാത്ര പറഞ്ഞു. അന്ത്യചുംബനം പോലും കൊടുക്കുവാൻ കഴിയാത്ത നിലവാരത്തിൽ അവയവങ്ങൾ പല കഷണങ്ങളായി മാറി. ആരെയും തിരിച്ചറിയാൻ കഴിയാത്ത നിലവാരത്തിൽ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി ആമേൻ DNA ടെസ്റ്റ് നടത്തുവാൻ വേണ്ടി കേവലം ശരീരത്തിൻ്റെ ചെറു വിരലുകൾ മാത്രം അവശേഷിപ്പിച്ചുകൊണ്ട് പലരും ഇഹലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. കർത്താവേ, ഇന്ന് രാത്രിയിലും ഒരു പ്രകൃതി ദുരന്തത്തിൽ പോലും അകപ്പെടാതെ ആമേൻ ഒരു മരണത്തിന് പോലും വിട്ടുകൊടുക്കാതെ, രോഗത്തിൻ്റെ അവസ്ഥകൾ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരാത്തത് കൊണ്ടല്ല, രോഗത്തിൻ്റെ അവസ്ഥകൾ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാത്തത് കൊണ്ടല്ല, പക്ഷേ അതിൻ്റെ നടുവിലും ശ്രേഷ്ഠകരമായി ഞങ്ങളുടെ ആയുസ്സിനെ പരിപാലിക്കുന്ന ഒരു സർവശക്തനായ ദൈവത്തിൻ്റെ കരം ഞങ്ങളോട് കൂടെയുണ്ട്. അവൻ മരണത്തിൽ നിന്ന് വിടുവിക്കുന്ന ദൈവമാണ്. അവൻ രോഗത്തിൽ നിന്ന് വിടുവിക്കുന്ന ദൈവമാണ്. അവൻ ശാപത്തിൽ നിന്ന് വിടുവിക്കുന്ന ദൈവമാണ്. അവനെ പോലെ മറ്റൊരു ദൈവം ഉലകത്തിൽ അവതരിച്ചിട്ടില്ല. 33 കോടി ദൈവങ്ങൾ ആർത്തട്ടഹസിച്ച് അലച്ചു കടന്നു വന്നാലും അതിൻ്റെ നടുവിലും ആമേൻ ശ്രേഷ്ഠതയുടെ പര്യായമായ ജീവൻ തുടിക്കുന്ന ജീവനുള്ള ദൈവമുണ്ടെന്ന്, സത്യമുള്ള ദൈവമുണ്ടെന്ന്, ഏക സത്യ ദൈവമാണ് ഞാനെന്ന് അഭിമാനത്തോടെ പറയാൻ എനിക്കൊരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇതിൻ്റെ അകത്ത് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ആ ജീവനുള്ള ദൈവത്തെ അല്പനിമിഷം ആ കരമൊന്ന് ചേർത്തടിച്ച് അന്യഭാഷകളിൽ ദേശം അറിയുന്ന നിലവാരത്തിൽ അത്യുച്ചനാദത്തോടെ സ്തുതിക്കട്ടെ. ആരും മടി കാണിക്കരുത്. എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം,
എന്നെ സൃഷ്ടിച്ച ഒരു ദൈവം, എന്നെ പരിപാലിച്ച ഒരു ദൈവം, എന്നെ കാത്തു സൂക്ഷിക്കുന്ന ഒരു ദൈവം, അവൻ എന്നെ മരണത്തിന് വിടാതെ ഒരു പ്രതികൂലത്തിനും വിട്ടുകൊടുക്കാതെ ഇന്ന് രാത്രിയിലും ഈ പന്തലിന്റെ അകത്തും അവന്റെ സാന്നിധ്യം ഞാൻ തിരിച്ചറിയുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നവർ മാത്രം ലജ്ജ കൂടാതെ ദേശനിവാസികൾ കാണേ, ദേശം അറിയേ, ഇന്ന് രാത്രിയിൽ ദൈവത്തെ സ്തുതിക്കട്ടെ. ശബ്ദമുയർത്തി അല്പനിമിഷം ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്ന് രാത്രിയിൽ എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ വീണ്ടും മടങ്ങി വരുന്ന ദൈവമാണ്. എന്നെ വഴിയിൽ വിട്ടേച്ചു പോകുന്ന ഒരു ദൈവമല്ല. കരം പിടിച്ചെന്നെ ആരടി മണ്ണിലേക്ക് മടക്കി യാത്ര അയച്ചിട്ട് മാറി നിന്ന് പല്ലിളിച്ച് കുലുങ്ങിച്ചിരിക്കുന്ന ഒരു കുടിയിരിപ്പിന്റെ ദൈവമല്ല. ഇന്ന് രാത്രിയിൽ അവൻ മടങ്ങി വരുമെന്ന് പറഞ്ഞാൽ, അവൻ മടങ്ങി വന്ന് ഞാൻ മരിച്ചാലും അവന്റെ അരികൾ ജീവനോടെ ഉയർപ്പിക്കുന്ന ഒരു സർവശക്തനായ ദൈവമാണെന്ന് വിശ്വസിപ്പാൻ കരുത്തുള്ളവർ മാത്രം ഇന്ന് രാത്രിയിൽ അതരം തുറന്ന് ദൈവത്തിന് സ്തോത്രം പറയട്ടെ. ഓ എത്രയോ അത്ഭുത നന്മകൾ കർത്തൻ ചെയ്തതു നിനച്ചിടുമ്പോ, എത്രയോ അത്ഭുത നന്മകൾ കർത്തൻ ചെയ്തതു നിനച്ചിടുമ്പോ, ഇതുവരെ ശുഭമായി നടത്തിയോ ഇനിമേലും നടത്തിടുമേ. ഇതുവരെ ശുഭമായി നടത്തിയോ ഇനിമേലും നടത്തിടുമേ. ഓ ഭയം ലേശം വേണ്ടിനിയും മമയേശു എന്നഭയം, വൻ തുമ്പ നേരത്തിലും യേശുദാൻ എന്നോടിരിക്കും. വൻ തുമ്പ നേരത്തിലും യേശുദാൻ എന്നോടിരിക്കും. കഷ്ടങ്ങൾ നഷ്ടങ്ങൾ വന്നാലും യോർദാൻ കര കവിഞ്ഞൊഴുകിയാലും, കഷ്ടങ്ങൾ നഷ്ടങ്ങൾ വന്നാലും യോർദാൻ കര കവിഞ്ഞൊഴുകിയാലും, ഏലിയാവിൻ ദൈവത്താൽ ശത്രുവിന്മേൽ ജയഭേരി മുഴക്കിടുമേ. ഏലിയാവിൻ ദൈവത്താൽ ശത്രുവിന്മേൽ ജയഭേരി മുഴക്കിടുമേ. ഭയം ലേശം വേണ്ടിനിയും മമയേശു എന്നഭയം, വൻ തുമ്പ നേരത്തിലും യേശുദാൻ എന്നോടിരിക്കും. വൻ തുമ്പ നേരത്തിലും യേശുദാൻ എന്നോടിരിക്കും. വൻ തുമ്പ നേരത്തിലും യേശുദാൻ എന്നോടിരിക്കും. വൻ തുമ്പ നേരത്തിലും യേശുദാൻ
ഞങ്ങളുടെ പ്രിയ പിതാവേ, ഏത് കഷ്ടത്തിലും ഏത് പ്രയാസത്തിലും വൻ തുമ്പങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നേരിട്ടാലും ഭയം വേണ്ട മകനെ, ഭയം വേണ്ട മകളെ, ഐ വിൽ വിത്ത് യു എവരി ടൈം, ഞാൻ എല്ലാ സമയത്തും നിന്നോട് കൂടെയുണ്ട് എന്നരുളി ചെയ്ത ആ മഹത് വചനം ഇന്ന് രാത്രി ഞങ്ങൾ പ്രാർത്ഥനയോടെ ഏറ്റെടുത്ത് ഞങ്ങളുടെ ഈ സുവിശേഷ മഹായോഗത്തിൽ ഈ ദേശത്തോട് വിളംബരം ചെയ്യുവാനുള്ള തിരുവചനത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് മഹത്വം മുഴുവൻ അങ്ങേക്ക് അർപ്പിച്ചുകൊണ്ട് ഞങ്ങളെ പ്രാർത്ഥന അങ്ങ് കേട്ടതിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. കരവും ശബ്ദവും ഉയർത്തി ഒരു പ്രാവശ്യം കൂടി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. വളരെ മനോഹരമായ നിമിഷത്തിനായി സ്തോത്രം ചെയ്യുന്നു. മഴയുടെ അല്പമായ പ്രയാസങ്ങളൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. എങ്കിലും വളരെ മനോഹരമായി തന്നെ കഴിവിന് പരമാവധി ഒരു തുള്ളി വെള്ളം പോലും നമ്മുടെ ശരീരത്തിൽ വീഴാതെയുള്ള ക്രമീകരണങ്ങൾ പ്രിയ സഹോദരങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ മഴയുടെ ശബ്ദം നിങ്ങൾ ശ്രദ്ധിക്കാതെ ദൈവവചനത്തിൻ്റെ ശബ്ദത്തിലേക്ക് നിങ്ങളുടെ കാതുകളെ സമർപ്പിച്ചുകൊണ്ട് തിരുവചനത്തിൻ്റെ പ്രഭാഷണത്തിലേക്ക് നമുക്കൊരുമിച്ച് പ്രവേശിക്കാം. ഇന്ന് രാത്രിയിൽ യേശുവിൻ്റെ വരവിനെ ത്വരിതപ്പെടുത്തുന്ന പ്രവചനത്തിൻ്റെ നിവൃത്തികൾ എന്ന ഒരു വിഷയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് എൻ്റെ പ്രമേയത്തിലേക്ക് പ്രാർത്ഥനയോടെ ഞാൻ പ്രവേശിക്കുകയാണ്. യേശുവിൻ്റെ വരവിനെ ത്വരിതപ്പെടുത്തുന്ന പ്രവചനത്തിൻ്റെ നിവൃത്തികൾ. നിരവധി പ്രവചനങ്ങൾ കേട്ടും അറിഞ്ഞും കണ്ടുമാണ് നമ്മുടെ മുൻപോട്ടുള്ള ഗമനാഗമനം. വളരെ ശാന്തമായാണ് ഇന്ന് രാത്രിയിൽ ഈ സന്ദേശം ഞാൻ മുഴുവിപ്പിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. കൃത്യസമയത്ത് തന്നെ നമ്മുടെ പ്രഭാഷണം അവസാനിപ്പിക്കും. നിരവധി പ്രവചനങ്ങൾ നമ്മുടെ ദേശത്ത് നമ്മൾ കേട്ടിട്ടുണ്ട്. ആമേൻ. പ്രവചനത്തിൻ്റെ ഒരു കുത്തൊഴുക്കിൽ മാത്രമാണ് ഇന്ന് ജനങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രത്യുത ദൈവജനമെന്ന് അവകാശപ്പെടുന്ന ദൈവമക്കൾ പ്രവചനത്തിൻ്റെ പിന്നാലെ ഓടുന്ന ഒരു വല്ലാത്ത കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ദൈവമക്കൾ മാത്രമല്ല, ഏത് നാനാ ജാതി മതസ്ഥരും പ്രവചനത്തിൻ്റെ പുറകെ പോകുന്ന വല്ലാത്ത ഒരു കാലഘട്ടമാണ്. എങ്ങനെയെങ്കിലും പ്രവചനങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ മുൻപോട്ടുള്ള ഗമനാഗമനങ്ങൾ എന്തായി തീരുമെന്ന്, എങ്ങനെയായി തീരുമെന്നുള്ള ഒരു കാര്യമൊന്നറിയുവാൻ വേണ്ടി മറ്റു പലരെയും പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന പ്രവാചകന്മാരായിരിക്കുന്ന മറ്റ് മതത്തിലുള്ള മറ്റ് പല ആളുകളുടെയും പുറകെ പോയി പ്രവചനങ്ങളെക്കുറിച്ച് തൊട്ടറിഞ്ഞ് അവരുടെ ജീവിത ലക്ഷ്യങ്ങളെക്കുറിച്ച് ആരാഞ്ഞറിഞ്ഞു വരുന്ന ഒരു വല്ലാത്ത കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇന്ന് രാത്രിയിൽ ഞാൻ ഈ വാക്ക് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, പ്രവചനം നമ്മുടെ ജീവിതത്തിലെല്ലാം വല്ലാത്തൊരു മാറ്റവും വല്ലാത്തൊരു പ്രവൃത്തിയും പ്രകീർത്തിക്കുന്ന വല്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ വരവിനെ പ്രകീർത്തിക്കുന്ന, ത്വരിതപ്പെടുത്തുന്ന പ്രവചനത്തിൻ്റെ നിവർത്തികൾ എന്ന പദം ഞാൻ ഉച്ചരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ വചനം ഇങ്ങനെ, ഈ പ്രമേയം ഇങ്ങനെ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കാനൊരു കാരണം എന്താണെന്ന് ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്നവരും ഞങ്ങളുടെ ശബ്ദം ശ്രമിക്കുന്ന പല ആളുകൾക്കും ഒരു ചോദ്യമുണ്ട്. അങ്ങനെയെങ്കിൽ ആ ചോദ്യത്തിനൊരു ഉത്തരം പ്രാരംഭത്തിൽ പറഞ്ഞ് എൻ്റെ പ്രമേയത്തിലേക്ക് പ്രാർത്ഥനയോടെ പ്രവേശിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ യേശു വരുമെന്നുള്ള ഒരു പ്രവചനം നിങ്ങളുടെ മുൻപിൽ അക്ഷരം പ്രതി ഞങ്ങൾ പ്രവചനാത്മാവിൽ ഈ ദേശത്തിൽ കൈമാറുന്നുണ്ടെങ്കിൽ, യേശു വന്നു, ആമേൻ, ഇതിനു മുൻപ് ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ള പ്രവചനം ഇതിൻ്റെ മുൻപിൽ നിവർത്തി ആയതുകൊണ്ടാണ് ഈ സുവിശേഷ മഹായോഗത്തിൽ യേശു വീണ്ടും വരുമെന്ന് പ്രവചനാത്മാവിൽ ഞങ്ങൾ ഈ സുവിശേഷം ഉയർത്താനുണ്ടായ കാരണം. എന്തുകൊണ്ടാണ് യേശുവിനെ കുറിച്ചുള്ളൊരു പ്രവചനം ഇത്ര അർത്ഥവത്തോടെ ഞങ്ങൾ വിളംബരം ചെയ്യുന്നതെന്ന് അറിയാമോ? ഇതുപോലെയൊരു ദൈവത്തെ, ഇതുപോലെയൊരു മനുഷ്യ അവതാരത്തെ, ഇതുപോലൊരു ജഡയവതാരം ഈ ഭൂമിയിൽ പിറക്കുമെന്നും മാനവകുലത്തിൻ്റെ പാപത്തിനു വേണ്ടി, മാനവരാശിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ജഡ അവതാരമെടുത്ത് ശ്രീ നസ്രയനായ യേശു ക്രിസ്തു കാൽവറിയുടെ കുലക്കളത്തിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് മൂന്നാം നാൾ അവൻ കല്ലറകളെ ഭേദിച്ചുകൊണ്ട് മരണത്തെയും പാതാളത്തെയും അടക്കി ഭരിച്ചുകൊണ്ട് ഭൂമിയുടെ മണ്ണിലേക്ക്, മരിച്ചുപോയ ഈ മണ്ണിലേക്ക്, തകർക്കപ്പെട്ട ഈ മണ്ണിലേക്ക്, ഉടയ്ക്കപ്പെട്ട ഈ മണ്ണിലേക്ക് വീണ്ടും വരുമെന്ന് പറഞ്ഞ പ്രവാചകന്മാരുടെ
ദൈവപുത്രന്മാരുടെ വാക്കുകൾ അക്ഷരം പ്രതി നിവർത്തിയായതുകൊണ്ടാണ് ഇന്ന് രാത്രിയിൽ അഭിമാനത്തോടെ ഞങ്ങൾ പറയുന്നു, അവൻ മരിച്ചവനായിരുന്നു, അവൻ ഉയർത്തെഴുന്നേറ്റു, അവൻ ആകാശ മണ്ഡലങ്ങളെ കീറിമുറിച്ച് സ്വർഗത്തിലേക്ക് കരേറിപ്പോകുമ്പോൾ ഞാൻ പോയതുപോലെ വീണ്ടും വരുമെന്ന് അരുളി ചെയ്ത് പ്രവാചകന്മാർ മുഖേന വീണ്ടും പറഞ്ഞു. അവൻ പോയതുപോലെ മടങ്ങി വരുന്ന ഒരു സർവശക്തനായ ദൈവമാണെന്ന് അതേ നിവർത്തീകരണത്തിൽ പ്രവചിച്ച് അതേ പ്രവാചകന്മാരുടെ വാക്കുകളെ ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് രാത്രി ഞങ്ങൾ വീണ്ടും പറയുന്നു, ഒരിക്കൽ വന്ന നസറയനായ യേശു ക്രിസ്തു വീണ്ടും മരിക്കുവാൻ വേണ്ടിയല്ല വരുന്നത്, മരണത്തെ കീഴടക്കി തന്റെ ജനത്തെ വീണ്ടെടുത്ത് തന്റെ വിശുദ്ധന്മാരെ ചേർപ്പാൻ അവൻ ആകാശമണ്ഡലങ്ങളിൽ വീണ്ടും വരുമെന്നുള്ളത് പ്രവചനത്തിന്റെ നിവർത്തീകരണമാകുവാൻ പോകുകയാണ്. കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പോൾ പ്രവചനത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന നിരവധി ആളുകളുണ്ട്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളോട്, യേശു ആമേൻ വഴിയരികിൽ പ്രസവിച്ച് കാലിത്തൊഴുത്തിൽ അഭയം പ്രാപിക്കുമെന്ന് യേശു ജനിക്കുന്നതിന് മുൻപേ ഉൽപ്പത്തി പുസ്തകം മുതൽ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ പ്രവാചകന്മാർ മുഖേന നിരവധി കടന്നു വന്നിട്ടുണ്ട്. യേശുവിൻ്റെ ജനനത്തിന് 200 വർഷം മുൻപ് പ്രവാചകന്മാർ പ്രവചനാത്മാവിൽ വിളിച്ചു പറഞ്ഞു, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കുമെന്ന്. കേവലം ഒരു മനുഷ്യൻ ജനിക്കുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്, കേവലം ഒരു വ്യക്തിപ്രഭാവം ജനിക്കുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. പല മഹാഗുരുക്കന്മാരും മഹാ അവതാരങ്ങളും ജനിച്ചതുപോലെയുള്ള ഏതെങ്കിലുമൊക്കെ ഒരു അവതാര പിറവി ജനിക്കുന്നത് പോലെ ജനിക്കുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. ലോകത്തിൻ്റെ ലോകത്തിൽ പാപത്തിൽ കിടക്കുന്ന ഒരു കൂട്ടം ജനത്തെ വീണ്ടെടുക്കുവാൻ വേണ്ടി ഒരു ലോകൈക രക്ഷകൻ ഈ ഭൂമിയിൽ പിറക്കുമെന്ന് യേശുവിൻ്റെ ജനനത്തിന് 700 വർഷങ്ങൾക്ക് മുൻപ് പ്രവചിച്ച പ്രവാചകന്മാരുടെ പ്രവചനത്തിൻ്റെ നിവർത്തീകരണം അതേപടി നിവർത്തിയായത് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ദൈവമക്കളാണ് ഞങ്ങൾ. അത് അനുശാസിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ദൈവമക്കളാണ് ഞങ്ങൾ. പാപത്തിൽ കിടന്ന് ഞങ്ങളെ വീണ്ടെടുക്കുവാൻ ഒരു സർവശക്തനായ ദൈവം ഈ ഭൂമിയിലേക്ക് ജഡവതാരമെടുത്ത് കടന്നു വന്ന് പാപത്തിൽ നിന്ന് ഞങ്ങളെ വീണ്ടെടുത്ത് അവൻ മുകളിലോട്ട് കയറിപ്പോയപ്പോൾ ഒരു വാക്കും കൂടി പറഞ്ഞ ഭാഗം ഞാൻ അവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും മടങ്ങി വരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്ഷരം പ്രതി ഇന്ന് രാത്രിയിൽ അതേ പ്രവചനാത്മാവിൽ ഞങ്ങൾ പറയുന്നു, അവൻ വീണ്ടും വരിക തന്നെ ചെയ്യും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ യേശുവിൻ്റെ വരവിനെ പ്രകീർത്തിക്കുന്ന ത്വരിതപ്പെടുത്തുന്ന പ്രവചനത്തിൻ്റെ 7 നിവർത്തീകരണങ്ങളുണ്ട്. ആ ഭാഗത്ത് മുഴുവൻ നിന്നെൻ്റെ പ്രഭാഷണം മുഴുവിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് അവസാനിപ്പിക്കുന്ന ഭാഗത്ത് ഒരുമിച്ച് നമ്മൾ ആത്മാവിൽ ആമേൻ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവജനത്തോടൊരു സന്ദേശം പറയുന്നു. ഒരുപക്ഷെ കടന്നു വന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് നിന്നൊന്നും ചികഞ്ഞെടുക്കാൻ കണ്ടില്ലെങ്കിൽ പോലും വിശുദ്ധിയോടും വേർപാടോടും കൂടി നാമേൻ ഒരുക്കത്തോടും ഉണർവോടും കൂടി പ്രാർത്ഥനയോടും കൂടി ഇന്ന് രാത്രിയിൽ ഈ ആമേൻ പന്തലിൻ്റെ അകത്ത് നമ്മളായിരിക്കണം. കാരണം ഒരു പക്ഷേ ഈ സുവിശേഷ മഹായോഗം നമുക്ക് മുഴുവിപ്പിക്കാൻ തമ്പുരാൻ അവസരം തരത്തില്ല. ഒന്നല്ലെങ്കിൽ നമ്മുടെ മരണം, അല്ലെങ്കിൽ തമ്പുരാൻ്റെ വരവ്. അതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് സംഭവിച്ചാൽ ഇന്ന് രാത്രിയിൽ അവനോടൊപ്പം അവൻ വിളിക്കുന്നിടത്ത് പോകാൻ വിശുദ്ധിയോടുകൂടെ ആയിരിക്കണമെന്ന് പ്രാർത്ഥനയോടെ നിങ്ങളെ ബുദ്ധി ഉപദേശിച്ചുകൊണ്ട് 7 വിധ സന്ദേശങ്ങൾ നിങ്ങളുടെ മുൻപിൽ വെക്കുവാൻ ദൈവനാമത്തിൽ ആമേൻ ശരണപ്പെടുകയാണ്. യേശുവിൻ്റെ വരവിനെ ത്വരിതപ്പെടുത്തുന്ന പ്രവചനത്തിൻ്റെ നിവർത്തീകരണങ്ങൾ 7 സന്ദേശമുണ്ട് അതിൻ്റെ അകത്ത്. ഒന്നാമത്തെ സന്ദേശം എന്ന് പറയുന്നത് ആ പ്രവചനത്തിൻ്റെ നിവർത്തീകരണങ്ങൾ സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സൗരയുധത്തിൽ യേശുവിൻ്റെ വരവിനെ ത്വരിതപ്പെടുത്തുന്ന പ്രവചനത്തിൻ്റെ നിവർത്തീകരണം ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തത് ശൂന്യമാക്കുന്ന മ്ലേച്ഛത. 3 പ്രതിമകൾ സംസാരിക്കുന്നു. 4 കള്ളപ്രവാചകന്മാർ വെളിപ്പെടുന്നു. 5 യെരുശലേം ഭാരമുള്ള കല്ല്. 6 കടൽ ഇളകി മറിയുന്നു. 7 ആകാശത്ത് നിഗൂഢ ശബ്ദങ്ങൾ. ഈ 7 വിധ പ്രവചനത്തിൻ്റെ നിവർത്തീകരണങ്ങൾ ഇന്ന് ഭൂമിയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒന്ന് ഇന്ന് രാത്രിയിൽ കടന്നു വന്ന ദൈവജനത്തോട് ബുദ്ധി ഉപദേശിച്ച് ഞാൻ പറയുന്നു, ഈ പ്രവചനത്തിൽ
പ്രവചനത്തിൻ്റെ നിവർത്തീകരണങ്ങൾ ഭൂമിയിൽ സംഭവിക്കുന്നതിന് മുൻപ് വിശുദ്ധ സഭ, വിശുദ്ധന്മാർ, ദൈവജനം, ദൈവത്തെ ആരാധിക്കുന്നവർ ഇവിടെ നിന്ന് ഉൾപ്രാവണം പ്രാപിച്ച് പറന്ന ആകാശമണ്ഡലങ്ങളിൽ അവനോട് കൂടെ ചേർക്കപ്പെടും. എത്ര പേരിന്ന് രാത്രി കരമുയർത്തി ആമേനെന്ന് പറയുന്നുണ്ട്? ഈ പ്രവചനത്തിൻ്റെ നിവർത്തീകരണങ്ങൾ ആകാശമണ്ഡലങ്ങളിൽ കാണും കേട്ടോ, നക്ഷത്രങ്ങളുടെ ഇടയിൽ കാണും കേട്ടോ, സൂര്യനിലും ചന്ദ്രനിലും കാണും കേട്ടോ, ഭൂമിയിലുടനീളം കാണും കേട്ടോ, സമുദ്രത്തിൽ കാണും കേട്ടോ, യെരുശലേമിലും ഇസ്രായേൽ ജനങ്ങളുടെ ഇടയിലും കാണും കേട്ടോ, രാജ്യങ്ങളിൽ കാണും, ലോക രാഷ്ട്രങ്ങളിൽ കാണും കേട്ടോ, രാഷ്ട്രീയത്തിൽ കാണും കേട്ടോ, മതങ്ങളിൽ കാണും കേട്ടോ, സാമൂഹികപരമായ പല മേഖലകളിലും കാണും. പക്ഷേ ഇന്ന് രാത്രിയിൽ അത് കാണാൻ നീ ഇവിടെ ഉണ്ടാകത്തില്ല. ആ നിവർത്തീകരണം ഇവിടെ സംഭവിക്കുന്നതിന് മുൻപ് തൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനം അവനോട് കൂടെ ആകാശമണ്ഡലങ്ങൾ കർത്താവുതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ അവൻ ആകാശമണ്ഡലങ്ങളിൽ വരുമ്പോൾ പ്രവചനത്തിന്റെ നിവർത്തീകരണം കാണാൻ നമ്മൾ ഇവിടെ ഉണ്ടാകത്തില്ല. അവനോടുകൂടെ സ്വർഗത്തിൽ അവൻ വാഴുവാൻ വേണ്ടി നമ്മൾ പറന്നുയരുന്ന വ്യക്തികളാണ്. എത്ര പേർക്ക് കരമുയർത്തി ആമേൻ എന്ന് പറയാൻ കഴിയുന്നുണ്ട്? ഇന്ന് രാത്രിയിൽ പറയാം, പ്രവചനത്തിൻ്റെ നിവർത്തീകരണം കാണാൻ ആരും ഇവിടെ ഇരിക്കരുത്. പ്രവചനത്തിൻ്റെ നിവർത്തീകരണം സംഭവിക്കുന്നുണ്ടല്ലോ, അത് സംഭവിക്കുന്നത് കാണാൻ ഇവിടെ ഇരിക്കരുത്. അത് സംഭവിച്ച് തീരുന്നതിന് മുൻപ് ദൈവസഭ ഇവിടെ നിന്ന് എടുക്കപ്പെടും. എത്ര പേർക്ക് കരമുയർത്തി സ്വോത്രം പറയാൻ കഴിയുന്നുണ്ട്? അപ്പോൾ ഒന്നാമത്തെ പ്രമേയത്തിലേക്ക് നമ്മൾ പ്രാർത്ഥനയോടെ പ്രവേശിക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ വരവിനെ ത്വരിതപ്പെടുത്തുന്ന പ്രവചനത്തിൻ്റെ നിവർത്തീകരണത്തിൽ ഒന്നാമത്തെ പ്രവചന നിവർത്തീകരണം എങ്ങനെയാണ് സംഭവിക്കുന്നത്, എങ്ങനെയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്, ഈ കാലഘട്ടങ്ങളിൽ എങ്ങനെയാണ് നടക്കുന്നത്? ആകാശമണ്ഡലങ്ങളിൽ, സൗരയുധങ്ങളിൽ, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളിലും യേശുക്രിസ്തുവിൻ്റെ വരവിന് മുന്നോടിയായി, യേശുക്രിസ്തുവിൻ്റെ വരവിന് വേഗത കൂട്ടുന്ന പ്രവചനത്തിൻ്റെ നിവർത്തീകരണങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. എപ്രകാരമാണ് ആകാശമണ്ഡലങ്ങളിൽ സംഭവിക്കുന്നത്? എപ്രകാരമാണ് സൂര്യനിലും ചന്ദ്രനിലും ഇത് നടക്കുന്നത്? ആമേൻ. മത്തായിയുടെ സുവിശേഷത്തിൽ ഒരു വാക്യമുണ്ട്, വായിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ആ ഭാഗം വേഗത്തിൽ പറഞ്ഞങ്ങ് വിടാം. എന്താണെന്നറിയാമോ? സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ രക്തമയമായി മാറും, നക്ഷത്രങ്ങൾ ആലിപ്പഴം പൊഴിയുന്നത് പോലെ പൊഴിഞ്ഞു വീഴും. അപ്പോൾ സർവ്വജനവും അറിഞ്ഞുകൊള്ളണം, മനുഷ്യപുത്രൻ്റെ വരവടുത്തിരിക്കുന്നു. കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആകാശമണ്ഡലങ്ങളിൽ എന്തൊക്കെയോ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു, സൂര്യനിലും ചന്ദ്രനിലും എന്തൊക്കെയോ നടന്നുകൊണ്ടിരിക്കുന്നു. സൂര്യൻ ഇന്നുവരെ സംഭവിക്കാത്ത, സൂര്യനിൽ ഇന്നുവരെ കാണാത്ത എന്തൊക്കെയോ വ്യതിയാനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ചില ദിവസങ്ങൾക്ക് മുൻപ്, ആഴ്ചകൾക്ക്, മാസങ്ങൾക്ക് മുൻപ് നമ്മുടെ ഭൂമിയുടെ മണ്ണിൽ നിന്ന് ഒരു ഉപഗ്രഹം ഉയർന്ന് സൂര്യൻ്റെ മുൻപ് ഭൂമിയിൽ നിന്ന് ഏകദേശം 5 ലക്ഷം കിലോമീറ്റർ അങ്ങകലെ ചെന്ന് സൂര്യൻ്റെ അകത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി കടന്നുപോയിട്ടുണ്ട്. പല ചിത്രങ്ങളും ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടു. സൂര്യൻ്റെ അകത്തും സൂര്യൻ്റെ പുറത്തും സംഭവിക്കുന്ന പല വ്യതിയാനങ്ങളും ഭൂമിയിലേക്ക് അതിൻ്റെ പിക്ചറെടുത്ത് പറഞ്ഞു വിട്ടത് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് രാത്രിയിൽ അറിയണം നമ്മൾ കേട്ടോ, തിരുവചനത്തിൻ്റെ അകത്ത് എഴുതി ചേർത്ത് വെച്ചിരിക്കുന്ന സത്യം, നിത്യവേദ പുസ്തകത്തിൻ്റെ അകത്ത് എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇന്ന് പകലിലും, ഇന്ന് ഞാൻ പ്രസംഗിക്കുമ്പോഴും, നിങ്ങൾ കേൾവിക്കാരായി ഇവിടെ ഇരിക്കുമ്പോഴും ശാസ്ത്രലോകം ഒരുപോലെ പറയുന്നു. ബൈബിൾ പറയുന്നത് സത്യമാണ്. ഭൂമിയിൽ സൂര്യനിൽ എന്തൊക്കെയോ സംഭവിക്കുന്നു, ചന്ദ്രനിൽ എന്തൊക്കെയോ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സൂര്യൻ ഒരിക്കൽ ഇരുണ്ടുപോകുമെന്ന് ബൈബിൾ പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചില്ല. പക്ഷേ ഇന്ന് ശാസ്ത്രലോകം പറയുന്നു, സൂര്യന് അധികം ആയുസ്സില്ല, ചന്ദ്രന് അധികം ആയുസ്സില്ല. നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്ന് ഒട്ടിച്ചു വെച്ച എന്തോ പശതീർ നടന്നു വീഴുന്നത് പോലെ, ആലിപ്പഴം പൊഴിഞ്ഞ് താഴോട്ട് വർഷിക്കുന്നത് പോലെ ഈ നക്ഷത്രങ്ങൾ താഴോട്ട് വീഴുവാൻ വെമ്പൽ കൊണ്ട് നിൽക്കുന്നു. ശാസ്ത്രലോകമേ, ദേശമേ,
ഇന്ന് രാത്രിയും നിങ്ങൾ അറിയണം, ഇത് കാലങ്ങൾക്ക് മുൻപേ തമ്പുരാൻ തിരുവചനത്തിൻ്റെ അകത്തളത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞങ്ങൾ ഉച്ചസ്ഥയം കണ്ടം കീറിക്കൊണ്ട് ഇന്ന് രാത്രി ഞങ്ങൾ ഈ സുവിശേഷ മഹായോഗത്തിൽ വിളിച്ചു പറയുന്നത്, യേശുവിൻ്റെ വരവ് അടുത്തിരിക്കുകയാണ്. മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഏറ്റുപറഞ്ഞ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ച് അവൻ്റെ വരവിങ്കൽ അടുക്കപ്പെടുവാൻ, വിശുദ്ധിയോടും വേർപാടോടും ജീവിക്കുവാൻ ഇത്ര ഉച്ചത്തിൽ ഞങ്ങൾ വിളിച്ചു പറയുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പല പ്രവചനങ്ങളും ശാസ്ത്രലോകം അംഗീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താ സൂര്യനിൽ നടക്കുന്നത്? ഭൂമിയിൽ നിന്ന് ഏകദേശം 15 കോടി കിലോമീറ്റർ അങ്ങകലെ നിൽക്കുന്ന സൂര്യൻ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളൊക്കെ സ്കൂളിൽ പോയതായതുകൊണ്ട് എവിടെയെങ്കിലും തെറ്റുപറ്റിയാൽ തിരുത്തി എന്നെ മുൻപോട്ട് കൊണ്ടുപോകണേ. ഇന്ന് രാത്രിയിൽ ശ്രദ്ധിച്ച് കേൾക്കണം. ഭൂമിയിൽ നിന്ന് ഏകദേശം 15 കോടി കിലോമീറ്റർ അങ്ങകലെ ഉദിച്ചുയർന്ന് നിൽക്കുന്ന, നമ്മൾ കാണുന്ന, നമുക്ക് വെളിച്ചം തരുന്ന, നമുക്ക് ചൂട് പകരുന്ന, ഇലകൾക്ക് പ്രകാശ സംശ്ലേഷണം നടത്തുവാൻ അനുവാദം നൽകുന്ന സൂര്യൻ. ആ സൂര്യൻ്റെ വെട്ടവും വെളിച്ചവും കൊണ്ട് പകലന്തിയോളം നമ്മൾ ഓടി നടക്കാറുണ്ട്. സൂര്യൻ അസ്തമിച്ച് കഴിയുമ്പോൾ സൂര്യൻ്റെ പ്രകാശത്തിൽ നിന്ന് അല്പമായി ലഭ്യമായ പ്രകാശം കൊണ്ട് രാത്രിയിൽ ഉദിച്ചു വരുന്ന തെളിഞ്ഞ നിലാവെന്ന് പറയുന്ന ചന്ദ്രനെ നമ്മൾ കാണാറുണ്ട്. ഈ സൂര്യൻ്റെ പ്രകാശമുണ്ടല്ലോ, ആ പ്രകാശം ഭൂമിയിലേക്ക് സെക്കൻഡുകളിൽ 1,00,000 ഏകദേശം 85,000 കിലോമീറ്റർ സ്പീഡിൽ കടന്നു വരുന്നതാണ് ഈ ഭൂമിയിലേക്ക് അത് കടന്നു വരുന്നത്. നിങ്ങൾ അറിയണം, 15 കോടി കിലോമീറ്റർ അങ്ങകലെ നിൽക്കുന്ന ഈ സൂര്യൻ, ആ സൂര്യൻ്റെ ഏകദേശം ആ അകത്തളത്തിൽ 4 കോടി ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് ഈ സൂര്യൻ്റെ അകത്തളത്തിൽ, അന്തർതളത്തിൽ ചൂടിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 4 കോടി ഡിഗ്രി ചൂടാണ് അതിൻ്റെ അകത്ത് കടന്നു പോകുന്നത്. ഇനി സൂര്യൻ്റെ പുറത്തേക്ക് വമിക്കുന്ന ചൂടെന്ന് പറയുന്നത് ഏകദേശം 12,000 ഡിഗ്രി ചൂടാണ്. സൂര്യൻ്റെ അകത്ത് 4 കോടി ഡിഗ്രി ചൂട്, സൂര്യൻ്റെ പുറത്തേക്ക് പുറംതള്ളുന്ന ചൂടെന്ന് പറയുന്നത് 12,000 ഡിഗ്രി ചൂടാണ്. ഇനി ഒരു സെക്കൻഡിൽ ഏകദേശം 60 കോടി ടൺ ഹൈഡ്രജനാണ് ഓരോ സെക്കൻഡിലും ഹീലിയമായി മാറിക്കൊണ്ടിരിക്കുന്നത്. സൂര്യൻ്റെ അകത്ത് ഹൈഡ്രജനും ഹീലിയവും ഒരുപോലെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ സൂര്യൻ്റെ അകത്ത് ഒരു സെക്കൻഡിൽ ഏകദേശം 60 ടൺ കോടി ഡിഗ്രി ഹൈഡ്രജൻ ഹീലിയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഹീലിയമായി മാറിക്കൊണ്ടിരിക്കുന്ന സൂര്യൻ തിരുവചനം പറയുന്നത് മാത്രമല്ല, ശാസ്ത്രലോകം പറയുന്ന ഒരു സന്ദേശം ഇതെന്താണെന്നറിയാമോ? ഈ സൂര്യൻ ഒരിക്കൽ ഇരുണ്ടുപോകാൻ സാധ്യതയുണ്ട്. എന്താ ഇരുണ്ടുപോകാൻ സാധ്യതയെന്നല്ലേ? ഈ സൂര്യൻ്റെ അകത്ത് നടക്കുന്ന ഒരു അണുവിസ്ഫോടനമുണ്ട്. ഈ അണുവിസ്ഫോടനം നടക്കുന്നത് ഹൈഡ്രജൻ ഹീലിയമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഹീലിയത്തിൻ്റെ അളവ് സൂര്യൻ്റെ അകത്ത് വർദ്ധിക്കും. സൂര്യൻ്റെ അകത്ത് ഹീലിയത്തിൻ്റെ അളവ് വർദ്ധിക്കുമ്പോൾ സൂര്യൻ്റെ പ്രകാശം കെട്ടുപോകും, സൂര്യൻ്റെ പ്രകാശം കുറഞ്ഞു പോകും. ഈ സൂര്യൻ്റെ പ്രകാശം താരതമ്യേന കുറഞ്ഞു പോകുന്ന സമയത്ത് സൂര്യൻ്റെ അകത്ത് നിന്ന് പ്രകാശം പുറത്തേക്ക് വമിക്കാതെയാകും. അങ്ങനെയെങ്കിൽ മത്തായിയുടെ സുവിശേഷത്തിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു വാക്യം ഇതാണ്: സൂര്യൻ ഇരുണ്ടുപോകും. കരമുയർത്തി നല്ലൊരാമയും പറഞ്ഞാട്ടെ. ശാസ്ത്രലോകം മുഴുവൻ പറഞ്ഞു ഹൈഡ്രജൻ തീരാൻ സാധ്യതയുണ്ട്, ഹൈഡ്രജൻ്റെ അളവ് കുറയാൻ സാധ്യതയുണ്ട്. കാരണം ഹീലിയത്തിൻ്റെ അളവ് സൂര്യൻ്റെ അകത്ത് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. 24,000 കിലോമീറ്റർ പുറത്തേക്ക് തീജ്വാല വമിപ്പിക്കുന്ന 4 കോടി ചൂട് സൂര്യൻ്റെ അന്തർഭാഗത്ത് തിളച്ചുമറിയുന്ന, ഉപരിതലത്തിൽ 12,000 ഡിഗ്രി ചൂട് തിളച്ചുമറിയുന്ന ഈ സൂര്യൻ ഒരിക്കൽ ഇരുണ്ടുപോകുമെന്ന് ഞങ്ങൾ പറഞ്ഞതല്ല, വചനം പറഞ്ഞത്. അതേപടി ശാസ്ത്രലോകം പറഞ്ഞു ഈ സൂര്യൻ ഒരിക്കൽ ഇരുണ്ടുപോകും. ഈ സൂര്യൻ പ്രകാശമില്ലാതെയാകും, ഹൈഡ്രജൻ ഇല്ലാതെ, കാർബൺ ഇല്ലാതെ ഹീലിയത്തിൻ്റെ അളവ് വർദ്ധിക്കുമ്പോൾ സൂര്യൻ ഇരുണ്ടുപോകും. സഹോദരങ്ങളെ, ഇന്ന് രാത്രിയിൽ പ്രവചനത്തിൻ്റെ നിവർത്തീകരണം തിരുവചനത്തിൻ്റെ അകത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതേ നിവർത്തീകരണം ആകാശമണ്ഡലങ്ങൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാ. പക്ഷേ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ അറിയണം, മലാക്കിയുടെ പുസ്തകത്തിൽ 4-ാം
അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു, തീ പോലെ കത്തുന്ന ഒരു ദിവസം, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരുന്നുണ്ട്. അന്ന് സകല അഹങ്കാരികളും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയായി പോകും. അവസാനിച്ചില്ല. പക്ഷേ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ദൈവമക്കൾക്ക്, അവൻ ആരാധിക്കുന്ന ഒരു കൂട്ടം ദൈവമക്കൾക്ക് രോഗോപശാന്തിയോടെ ഉദിക്കുന്ന ഒരു ഉദയ സൂര്യനുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആകാശമണ്ഡലങ്ങളിലെ സൂര്യൻ അസ്തമിച്ചു പോകും കേട്ടോ. ആർക്കിയോൺ എന്ന് പറയുന്ന നമ്മുടെ സൂര്യനേക്കാളും 100 മടങ്ങ് വലിപ്പമുള്ള സൂര്യൻ അസ്തമിച്ചു പോകും കേട്ടോ. ചന്ദ്രൻ ഒരിക്കൽ അസ്തമിച്ചു പോകും കേട്ടോ. ഈ നക്ഷത്രങ്ങൾ മുഴുവൻ അസ്തമിച്ചു പോകും കേട്ടോ. നോർവേയുടെ മണ്ണിൽ ആമേൻ സൂര്യൻ ഉദിക്കാതെ വരും. ബ്രിട്ടന്റെ മണ്ണിൽ സൂര്യൻ ഉദിക്കാതെ വരും. പാതിരാ സൂര്യന്റെ നാടെന്ന് അഹങ്കരിക്കുന്ന പല രാജ്യങ്ങളും ഇരുട്ടിലേക്ക് മാറിപ്പോകും. ഇന്ത്യ മഹാരാജ്യം മാത്രമല്ല, കേരള സംസ്ഥാനങ്ങൾ മാത്രമല്ല, ലോകത്തുള്ള സകല രാജ്യങ്ങളും അന്ധകാരത്തിലേക്ക് വഴിമാറാൻ സമയമായിരിക്കുകയാണ്. പക്ഷെ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ദൈവമക്കൾ ഇതിൻ്റെ അകത്തറിയണം. പ്രവചനത്തിൻ്റെ നിവർത്തീകരണം ദേശത്തു നടക്കുമ്പോൾ, ആകാശമണ്ഡലങ്ങളിൽ നടക്കുമ്പോൾ, പ്രാർത്ഥിക്കുന്ന എനിക്ക് വേണ്ടി, ആരാധിക്കുന്ന നമുക്ക് വേണ്ടി ഒരു ഉദയ സൂര്യൻ ഉദിച്ചു വരുന്നുണ്ട്. അത് നീതിയോടെ ഉദിച്ചു വരുന്ന ഒരു നീതി സൂര്യന. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾ ഈ പ്രവചനത്തിൻ്റെ നിവർത്തീകരണങ്ങൾ ദേശത്തു നടക്കുമ്പോൾ, ആകാശമണ്ഡലങ്ങളിൽ നടക്കുമ്പോൾ, അത് എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ഒരു ഉദയ സൂര്യൻ്റെ ഉദയം കടന്നു വരുന്നുണ്ട്. അത് എനിക്ക് വേണ്ടി മാത്രമുള്ളതാണെന്ന് വിശ്വസിക്കാൻ കരുത്തു പ്രാപിച്ചവർ കരമടിച്ച് ദൈവത്തിനൊരു സ്തോത്രം പറഞ്ഞാട്ട് ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു. ലോകം അന്ധകാരത്തിലേക്ക് പോയാലും, ലോകം ഇരുട്ടിലേക്ക് പോയാലും, ലോകം ഏത് മേഖലകളിലേക്ക് പോയാലും, പ്രവചനത്തിൻ്റെ നിവർത്തീകരണങ്ങൾ ഓരോന്നായി ഈ ലോകത്തിൽ കടന്നു വന്നാലും ഞങ്ങൾക്ക് വേണ്ടി ഒരു ഉദയ സൂര്യനുണ്ട്. കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പോൾ ആകാശമണ്ഡലങ്ങളിൽ, സൗരയുധങ്ങളിൽ പ്രവചനത്തിൻ്റെ നിവർത്തീകരണങ്ങൾ. എങ്ങനെയാ പ്രവചനത്തിൻ്റെ നിവർത്തീകരണങ്ങൾ വരുന്നത്? ഉദയസൂര്യൻ ഉദിച്ചു വരുന്നു. അതിൻ്റെ അകത്ത് ഹൈഡ്രജൻ കാലക്രമേണ ഹീലിയമായി മാറുന്നു. ഇത് ഞാൻ പഠിച്ചതല്ല, ഞാൻ പഠിപ്പിച്ചതല്ല, ഇത് ശാസ്ത്രലോകം നമ്മളെ പഠിപ്പിച്ചതാണ്. സ്കൂളിൽ 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ പോയ നമ്മൾ ഇമ്പോസിഷൻ എഴുതി പഠിച്ചിട്ടുണ്ട്. സൂര്യനെക്കുറിച്ചും സൂര്യനിലെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ചന്ദ്രനെക്കുറിച്ചും ചന്ദ്രൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ആവോളം അനുഭവത്തോടെ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ പഠിച്ച കാലഘട്ടങ്ങളിൽ എഴുതി ചേർത്ത് വെച്ചതാണ് ഹൈഡ്രജൻ്റെ അളവ് സൂര്യൻ്റെ അകത്ത് കുറയുമെന്ന്. അങ്ങനെ കുറഞ്ഞാൽ ഹീലിയത്തിൻ്റെ അളവ് വർദ്ധിക്കും. എന്താ? ഹൈഡ്രജൻ കത്തി ഹീലിയമായി മാറും. ഹീലിയമായി മാറുന്ന സൂര്യൻ ഒരിക്കൽ പ്രകാശം നൽകാതെയാകും. പ്രകാശം നൽകാതെയാകുന്ന സൂര്യന് പിന്നെ ഇഹലോകത്തിൽ വാസമില്ല. 19-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, അവൻ സൂര്യനൊരു കൂടാരമടിച്ചിരിക്കുന്നു. ഹേ സൂര്യ, ഇന്ന് രാത്രി ഞങ്ങൾക്ക് പ്രകൃതിയെ നോക്കി പറയാനുണ്ട്, ഒരിക്കൽ നിനക്കൊരു മടക്കമുണ്ട്. അവൻ കൂടാരമടിച്ചിടത്തേക്ക് മടങ്ങിപ്പോയേ മതിയാകത്തുള്ളൂ. ദൈവത്തിൻ്റെ കരവിരുത് കൊണ്ട് നിർമ്മിച്ച, വാക്കുകൾ കൊണ്ട് നിർമ്മിച്ച, ഒറ്റ വാക്കുകൊണ്ട് ആകാശമണ്ഡലങ്ങളിൽ ഉറപ്പിച്ച സൂര്യ, 19-ാം സങ്കീർത്തനം നിനക്ക് വേണ്ടി എഴുതി വെച്ചു. സൂര്യ, നീ ഒരിക്കൽ മടങ്ങി അവൻ നിനക്ക് വേണ്ടി അടിച്ച കൂടാരത്തിലേക്ക് മടങ്ങിപ്പോകണം. പക്ഷേ ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ ഉറക്കെ പറയുന്നു, ഏത് സൂര്യന്മാർ ആകാശത്തു നിന്ന് മാറിപ്പോയാലും, ഏത് ഇരുട്ട് ഭൂമിയെ വിഴുങ്ങിയാലും, ചന്ദ്രനെ ഒരിക്കൽ ഞങ്ങൾക്ക് കാണാതെയാകും, ആകാശത്തും നക്ഷത്രങ്ങളെ ഞങ്ങൾ കാണാതെയിരിക്കും. പക്ഷേ അതിനു മുൻപ് കൃപ പ്രാപിച്ച ദൈവമക്കൾ ഇവിടെ നിന്ന് എടുക്കപ്പെടും. എത്ര പേർക്ക് കരമുയർത്തി ആമേൻ പറയാൻ കഴിയുന്നുണ്ട്? ഇന്ന് രാത്രി ഞങ്ങൾ കേൾക്കുന്ന ദേശനിവാസികളോട് ഞങ്ങൾ ഉച്ചസ്ഥയും വിളിച്ചു പറയുകയാണ്. ആകാശം മണ്ഡലങ്ങളിൽ സംഭവിക്കുന്ന വ്യതിയാനത്തെക്കുറിച്ച് ഞങ്ങൾ പറയുന്നതിനേക്കാളും കൂടുതൽ അറിവുകൾ നിങ്ങൾക്കുണ്ട്. പക്ഷേ ഇന്ന് രാത്രിയിൽ ഈ പഠിപ്പിക്കുന്ന വചനമുണ്ടല്ലോ, ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ബൈബിളുണ്ടല്ലോ, കാലങ്ങൾക്ക് മുൻപേ പ്രവാചകന്മാർ മുഖേന ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ സൂര്യനൊരു മടക്കമുണ്ടെന്ന്, ഈ സൂര്യനൊരു അസ്തമനമുണ്ടെന്ന്, ഈ സൂര്യൻ പ്രകാശം തരാതെ വരുമെന്ന്, ഈ ചന്ദ്രൻ നിലച്ചു പോകുമെന്ന്, ഈ നക്ഷത്രങ്ങൾ പൊഴിഞ്ഞു പോകുമെന്ന്,
ഇന്ന് ആകാശമണ്ഡലങ്ങളിൽ ഇത് സംഭവിക്കുമ്പോൾ ഈ ദൈവസഭ ഇവിടെ നിന്ന് എടുക്കപ്പെടും. ദേശനിവാസികളെ, ഇന്ന് രാത്രി ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുകയാ. എന്താണെന്നറിയാമോ? ഈ പ്രവചനത്തിൻ്റെ നിവർത്തീകരണങ്ങൾ ദേശത്ത് നടക്കുന്നതിന് മുൻപ് മാനസാന്തരപ്പെട്ട് ദൈവവചനത്തിന് വിധേയപ്പെട്ട് രക്ഷിക്കപ്പെട്ട് ദൈവസഭയോട് ചേർന്ന് യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിപ്പാൻ ഇന്ന് രാത്രിയിൽ ഈ പ്രവചനത്തിൻ്റെ നിവർത്തീകരണം സംഭവിക്കുന്നതിന് മുൻപ് ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. യേശുവിൻ്റെ വരവിനെ ത്വരിതപ്പെടുത്തുന്ന ഒന്നാമത്തെ സംഭവം, ആകാശത്ത് സൂര്യനിലും ചന്ദ്രനിലും ആമേൻ നക്ഷത്രങ്ങളിലും അതിൻ്റെ വ്യതിയാനം കാണും. വേഗത്തിൽ പറഞ്ഞങ്ങ് അവസാനിപ്പിക്കാം. 3 കാര്യങ്ങൾ ഒരുമിച്ച് പറയുകയാണ്, സമയമില്ലാത്തത് കൊണ്ട്. രണ്ടാമത്തെ കാര്യം ശൂന്യമാക്കുന്ന മ്ലേച്ഛത. മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയാമോ? പ്രതിമ സംസാരിക്കുന്നു. എന്താ ശൂന്യമാക്കുന്ന മ്ലേച്ഛത? എന്താ പ്രതിമ സംസാരിക്കുന്നു? ഏകദേശമൊക്കെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി. ശൂന്യമാക്കുന്ന മ്ലേച്ഛത എന്ന് പറയുമ്പോൾ സഭ ഇവിടെ നിന്ന് എടുക്കപ്പെടുന്നതിന് മുൻപ് അന്ത്യക്രിസ്തു വെളിപ്പെടും. അന്ത്യക്രിസ്തു വെളിപ്പെടുമ്പോൾ യഹൂദന്മാരുമായിട്ട് അവൻ 7 വർഷത്തെ ഉടമ്പടി ചെയ്യും. 7 വർഷത്തെ ഉടമ്പടി ചെയ്യും. സഭ ഇവിടെ നിന്ന് എടുക്കുന്നതിന് മുൻപ് അന്ത്യക്രിസ്തു വെളിപ്പെടും. അന്ത്യക്രിസ്തു വെളിപ്പെടുന്നതിന് മുൻപ് വെളിപ്പെടുമ്പോൾ യഹൂദന്മാരുമായിട്ട് 7 വർഷത്തെ ഉടമ്പടി അവൻ എന്ത് ചെയ്യും? എഴുതി ചേർക്കും. എന്താ ഉടമ്പടി എന്നറിയാമോ? ആ ഉടമ്പടി നമ്മൾ അറിയണം. ഒന്നാമത്തെ കാര്യം അവൻ എഴുതി ചേർക്കുന്നത് ഇങ്ങനെയാ: ആലയത്തിൻ്റെ അകത്ത് ആരാധന നടക്കട്ടെ, ആലയത്തിൻ്റെ അകത്ത് പ്രാർത്ഥനകൾ നടക്കട്ടെ, ആലയത്തിൻ്റെ അകത്ത് യാഗങ്ങൾ നടക്കട്ടെ, നേർച്ച കാഴ്ചകൾ ആലയത്തിൻ്റെ അകത്ത് നടക്കട്ടെ. ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. എല്ലാ കാര്യത്തിനും നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് അവകാശമുണ്ട്, എല്ലാ കാര്യത്തിനും നിങ്ങൾക്ക് അനുവാദമുണ്ട്. അധികാരം മുഴുവൻ ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് അന്ത്യക്രിസ്തുതേ യഹൂദനുമായൊരു ഉടമ്പടി എഴുതി ചേർക്കുകയാ. ഉടമ്പടിയുടെ വ്യവസ്ഥ ഇങ്ങനെയാ. ആലയത്തിൻ്റെ അകത്ത് ആരാധനയ്ക്ക് കുഴപ്പമില്ല, നിങ്ങൾ ആരാധിച്ചോളൂ, കുഴപ്പമില്ല. നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ, കുഴപ്പമില്ല. യോഗാദികളൊക്കെ നിങ്ങൾ നടത്തിക്കോളൂ, കുഴപ്പമില്ല. പന്തല് കെട്ടണ്ട, സൗണ്ട് സിസ്റ്റത്തിന് നിങ്ങൾ സാങ്ഷൻ എടുക്കണ്ട. ഇതിനൊക്കെ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? അനുവാദം തരിക. അതുകൊണ്ട് ഉടമ്പടി എഴുതി ചേർത്ത് ആദ്യത്തെ 3.5 വർഷം വരെ ആലയത്തിൻ്റെ അകത്ത് ആരാധനകളും പ്രാർത്ഥനകളും യാഗങ്ങളും യോഗങ്ങളും ഒക്കെ ക്രമാതീതമായി നടന്നുകൊണ്ടിരിക്കും. പ്രാർത്ഥനയ്ക്ക് കുറവില്ല, ആളുകളുടെ വരവിന് കുറവില്ല, ആരാധനയ്ക്ക് കുറവില്ല, പാട്ടിന് കുറവില്ല. പ്രാർത്ഥനകൾ ദിനംപ്രതി നടക്കുന്നുണ്ട്, നേർച്ച കാഴ്ചകളൊക്കെ നടക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആദ്യത്തെ 3.5 വർഷത്തിന് കുഴപ്പമില്ലാതെ പോകും. പക്ഷേ അടുത്ത 3.5 വർഷം കഴിയുമ്പോൾ ആരാധനയുടെ വ്യത്യാസം വരുത്തുകയാണ്. എന്താ? ഉടമ്പടി തെറ്റിക്കും അന്ത്യക്രിസ്തു. ആരാധനയുടെ ഉടമ്പടിക്ക് വ്യത്യാസം വന്നു. വ്യത്യാസം വന്നത് എന്താണെന്നറിയാമോ? ഇന്നലെ വരെ പ്രാർത്ഥിച്ച നിങ്ങൾക്ക്, ഇന്നലെ വരെ ആരാധിച്ച നിങ്ങൾക്ക് ആലയത്തിൻ്റെ അകത്ത് പ്രാർത്ഥിക്കാൻ അനുവാദമില്ല, നിങ്ങൾക്ക് യാഗം കഴിക്കാൻ അനുവാദമില്ല, നിങ്ങൾക്ക് സ്തോത്രം പറയാൻ അനുവാദമില്ല. യാഗയോഗാദികളൊന്നും നിങ്ങളുടെ ആലയത്തിൻ്റെ അകത്ത് നടക്കാൻ കഴിയത്തില്ല, നേർച്ച കാഴ്ചകൾ നടത്തത്തില്ല, വചനത്തിൻ്റെ വിളംബരങ്ങൾ നിങ്ങൾക്ക് ദേശത്ത് അനുവദനീയമല്ല. ഒറ്റ വാക്ക് ഇന്നത്തെ രാത്രിയിലത്തെ ഈ സുവിശേഷ മഹായോഗം വെച്ച് ഞാൻ പറയാം. നാളെയുടെ നാളുകൾ സുവിശേഷ മഹായോഗങ്ങൾക്ക് അനുമതി തരത്തില്ല, മൈക്ക് സാങ്ഷനുകൾ നൽകത്തില്ല. പരസ്യയോഗങ്ങളും രഹസ്യയോഗങ്ങളും അതിന് അനുവദനീയമല്ലാത്ത അടുത്തൊരു 3.5 വർഷം വരികയാണ്. ആദ്യത്തെ 3.5 വർഷം കഴിഞ്ഞപ്പോൾ കണ്ടപ്പോൾ യഹൂദന്മാർ വിചാരിച്ചത്, മറ്റുള്ളവർ വിചാരിച്ചത് എന്താണെന്നറിയാമോ? ഇത് കൊള്ളാം, കുഴപ്പമില്ല, ആരാധിക്കുവാൻ സ്വാതന്ത്ര്യമുണ്ടല്ലോ, പാടുവാൻ സ്വാതന്ത്ര്യമുണ്ടല്ലോ. പക്ഷേ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നവർ തിരിച്ചറിയണം, അതിൻ്റെ ഏതൊക്കെയോ സംഭവങ്ങൾ നമ്മുടെ ദേശത്ത് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രവചനത്തിൻ്റെ ഏതൊക്കെയോ സംഭവങ്ങൾ നമ്മുടെ ആലയത്തിന് നേരം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അധികാരികളിൽ നിന്ന് അധികാരപത്രങ്ങൾ മേടിച്ചെടുക്കുവാൻ നമ്മുടെ ദൈവദാസന്മാരും ദൈവമക്കളും വെമ്പൽ കൊള്ളുന്നതും ഓടി നടക്കുന്നതും നമ്മൾ കാണുന്നുണ്ട്. ദ്രുതഗതിയിൽ കഴിഞ്ഞ നാളുകളിൽ സൈൻ ചെയ്ത് മേടിച്ച പല പേപ്പറുകൾക്കും കാലതാമസം വന്നുകൊണ്ടിരിക്കുന്നു. എൻ്റെ പൊന്നു ദൈവമക്കളെ, ഇന്ന് രാത്രിയിൽ അറിയണം കേട്ടോ, നമ്മുടെ അരുമനാഥൻ്റെ വരവ് അടുത്തിരിക്കുകയാണ്. കാരണം പ്രവചനത്തിൻ്റെ നിവർത്തീകരണങ്ങൾ നമ്മുടെ മുൻപിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഏതൊക്കെയോ മേഖലകളിൽ ഇന്ന് രാത്രി ദൈവസഭ അറിയണം, നമുക്ക് വേണ്ടി കെണിയൊരുക്കുവാൻ അന്ത്യക്രിസ്തുവിൻ്റെ വരവ് ചലിച്ചു തുടങ്ങിയിട്ടുണ്ട്. ദൈവമക്കളെ പിടികൂടുവാൻ, അവൻ്റെ വിശുദ്ധിയെ തെറ്റിക്കുവാൻ, അവൻ്റെ പ്രാർത്ഥനയെ ഇല്ലാതാക്കുവാൻ, അവൻ്റെ ആരാധന
ആരാധനയെ ഇല്ലാതാക്കുവാൻ, അവൻ്റെ ആലയത്തെ മുച്ചൂട് മുടിച്ചു കളയുവാൻ അന്തിക്രിസ്തു എഴുന്നേൽക്കാൻ സമയമായിരിക്കുന്നു. പക്ഷെ ഇന്ന് രാത്രിയിൽ പറയാം, അടുത്ത 3.5 വർഷം നിന്റെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ സ്വർഗം നിന്നെ ഇവിടെ നിർത്തത്തില്ല കേട്ടോ. ആമേൻ. ആരാധിക്കാത്ത നിന്നെ ഇവിടെ ഇരുത്തത്തില്ല. കാരണം എന്താ? അന്തിക്രിസ്തു പറയും നീ ആരാധിക്കരുത്, പക്ഷെ അതിനു മുൻപ് ദൈവസഭയെ തമ്പുരാൻ പൊക്കിയിരിക്കും. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയുന്നുണ്ട്? പ്രവചനത്തിന്റെ ആമേൻ നിവർത്തീകരണം ഭൂമിയിൽ സംഭവിക്കുന്നതിന് മുൻപ് അന്തിക്രിസ്തു നിന്റെ മുൻപിൽ എഴുന്നേറ്റ് നിൽക്കുന്നതിന് മുൻപ്, അവൻ നിന്റെ ആലയത്തെ തടയുന്നതിന് മുൻപ്, അവൻ നിന്റെ പ്രാർത്ഥനയെ തടയുന്നതിന് മുൻപ്, അവൻ നിന്റെ യാഗത്തെയും യോഗത്തെയും തടയുന്നതിന് മുൻപ്, അവൻ നിന്റെ നേർച്ച കാഴ്ചകളെ തടയുന്നതിന് മുൻപ്, ഇന്ന് രാത്രിയിൽ അഭിമാന പുരസ്കാരം വിളിച്ചു പറയുന്നു, ദൈവസഭ അതിനു മുൻപ് ഇവിടെ നിന്ന് എടുക്കപ്പെടും. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഇവിടെ നിന്ന് പറന്നുയരും. അവർ ആകാശമണ്ഡലങ്ങളിലേക്ക് ആമേൻ കാഹളനാദം കേൾക്കുന്നിടത്തേക്ക്, അരുമനാഥന്റെ അരികിലേക്ക് അവന്റെ മാറോട് ചേർന്നിരിപ്പാൻ, അപ്പനോടൊപ്പം ഇരിക്കുവാൻ ആകാശമണ്ഡലങ്ങളിൽ അവർ എടുക്കപ്പെടും. ആദ്യത്തെ 3.5 വർഷം കണ്ടപ്പോൾ എല്ലാവരും വിചാരിച്ചു ഇത് തന്നെയാണ് നല്ലതെന്ന്. പക്ഷേ ആദ്യത്തെ 3.5 വർഷം കഴിഞ്ഞ് അടുത്തൊരു സംഭവം നടക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? അന്തിക്രിസ്തു വന്ന് പറയുന്നൊരു പദം ഇതാ: ആലയത്തിൽ യാഗങ്ങൾ എന്ത് ചെയ്യരുത്? നടത്തരുത്. ആലയത്തിൽ പ്രാർത്ഥന എന്ത് ചെയ്യരുത്? നടത്തരുത്. ഒരു നേർച്ച കാഴ്ചകൾ പോലും നടത്തരുത്. അവസാനിച്ചോ? ഇല്ല. അടുത്ത പദം നിങ്ങൾ ശ്രദ്ധിച്ചോണം. അവൻ ദൈവമാണെന്നവൻ പറയും എന്ന് പറഞ്ഞാൽ അന്തിക്രിസ്തു പറയുന്ന അടുത്ത പദം, ആരെയും ആരാധിക്കരുത്, എന്നെ ആരാധിക്കണം, ഞാനാണ് ലോകൈക രക്ഷിതാവെന്ന് പറഞ്ഞ് അവൻ ആളുകളുടെ ഇടയിലേക്ക് അവൻ കടന്നു വരും. അടുത്തത് അവസാനിച്ചില്ല. അന്തിക്രിസ്തു അടുത്ത് പറയുന്ന പദം ഇതാണ്. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം നിങ്ങൾ 14-15 വാക്യങ്ങൾ വായിക്കണം. ആ ഭാഗം വീട്ടിൽ ചെന്ന് നിങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാകും. അന്തിക്രിസ്തു പറയുന്ന ഒരു കാര്യം ഇതാണ്: ഒരു പ്രതിമ നിങ്ങൾ ഉണ്ടാക്കണം. അടുത്ത വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എന്താണ്? ഒരു പ്രതിമ നിങ്ങൾ ഉണ്ടാക്കണം. അടുത്തത്, ഈ പ്രതിമയ്ക്ക് ജീവൻ നൽകണം. ഇതിന് സംസാരിപ്പാൻ കരുത്ത് കൊടുക്കുവാൻ ഇതിന് ആത്മാവിനെ കൊടുക്കണം. മനസ്സിലാകുന്നുണ്ടോ? ആമേൻ. ഇന്നലെ 3.5 വർഷം അവസാനിക്കുന്നതിന് മുൻപ് സംഭവിച്ചപ്പം പ്രാർത്ഥിക്കാൻ ആളുണ്ടായിരുന്നു, ആരാധിക്കാൻ ആളുണ്ടായിരുന്നു, ആലയങ്ങൾ തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. സുവിശേഷ മഹായോഗത്തിന് സാങ്ഷൻ ആമേൻ പോയി മേടിക്കേണ്ടുന്ന കാര്യമില്ല. വീട്ടിൽ കൊണ്ട് തരാൻ ആളുകൾ, അധികാരികൾ നിന്റെ മുൻപിലുണ്ടായിരുന്നു. അടുത്ത 3.5 വർഷം കഴിഞ്ഞപ്പോൾ സ്ഥിതിഗതികൾ മാറി കേട്ടോ. അവസ്ഥകൾക്ക് വ്യത്യാസം വന്നു കേട്ടോ. ആലയങ്ങൾ അടച്ചുപൂട്ടി ആലയത്തിൻ്റെ അകത്ത് പ്രാർത്ഥിക്കാൻ അനുവാദമില്ല. പ്രാർത്ഥിക്കാൻ അനുവാദമില്ലാത്ത നെട്ടോട്ടമോടുന്ന ആളുകളെ കണ്ട് അന്തിക്രിസ്തു പറഞ്ഞു, പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് ഞാൻ അനുവാദം തരാം, പക്ഷേ അത് എന്നെയായിരിക്കണം ആരാധിക്കേണ്ടത്, എന്നോടായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്, എനിക്ക് വേണ്ടിയായിരിക്കണം യാഗം കഴിക്കേണ്ടത്. ഇനി അടുത്തു പറഞ്ഞ പദം എന്താണെന്നറിയാമോ? പ്രതിമയുണ്ടാക്കി ആലയത്തിൻ്റെ അകത്തു കൊണ്ടുവെക്കണം. പ്രതിമയുണ്ടാക്കി ആലയത്തിൻ്റെ അകത്ത് കൊണ്ടുവന്ന് വെക്കണം. എന്താ? ഇന്നലകളിൽ ആരാധിച്ച സ്ഥലത്ത്, ഉടമ്പടി നിർമ്മിച്ച സ്ഥലത്ത്, കയ്യൊപ്പെഴുതിയ സ്ഥലത്ത് അവർ പറയുകയാണ്, പ്രതിമ കൊണ്ട് ആലയത്തിൻ്റെ അകത്ത് വെക്കണം. അവസാനിച്ചോ? ഇല്ല. ഞാനാ ദൈവം, രക്ഷിതാവ് ഞാനാ, എന്നെ ആരാധിക്കണം, എന്നോട് പ്രാർത്ഥിക്കണം എന്നുള്ള നിയമങ്ങളുമായി അന്തിക്രിസ്തു എഴുന്നേറ്റ് വരുമ്പോൾ ഈ ആലയത്തിൽ കൊണ്ടുവന്നു വെച്ച പ്രതിമയ്ക്ക് ജീവൻ നൽകണം. അവസാനിച്ചില്ല. അത് സംസാരിക്കത്തക്കവണ്ണം അതിന് ആത്മാവിനെയും കൊടുക്കണം. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഇത് ഞങ്ങൾ വെറുതെ പറയുന്നതല്ല. ഉലകത്തിൽ അവതരിച്ച മാനവകുലങ്ങൾ ആരാധനയ്ക്ക് വേണ്ടി നിരവധി വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, നിരവധി പ്രതിമകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. തിരുവചനത്തിൻ്റെ അകത്ത് തന്നെ പഠിപ്പിക്കുന്ന പദങ്ങളതാ. അബ്രഹാമിൻ്റെ അപ്പൻ നിരവധി ബിംബങ്ങൾ ഉണ്ടാക്കി ദൈവമെന്ന് പറഞ്ഞ് ഇതിനെ ആരാധിക്കണമെന്ന് പറഞ്ഞ ഒരു കാലഘട്ടമുണ്ടായിരുന്നു. കോടാനുകോടി ആളുകൾ കോടാനുകോടി ബിംബങ്ങളും പ്രതിമകളും ഉണ്ടാക്കി ഇത് ദൈവങ്ങളാണെന്ന് പറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളോട് ഞാൻ പറയാം, ചെറുതും വലുതുമായ അനേക ആയിരങ്ങൾ ദൈവം ആമേൻ ബിംബങ്ങൾ, പ്രതിമകൾ നമ്മുടെ ദേശത്തും നമ്മുടെ ഭവനങ്ങളിലുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്.
പക്ഷേ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളോടൊരു ചോദ്യം: ഏതെങ്കിലും പ്രതിമകൾ സംസാരിച്ച് ഒരു ചരിത്രം നിങ്ങൾക്ക് തെളിയിക്കാനുണ്ടോ? ഏതെങ്കിലും ബിംബങ്ങൾ സംസാരിച്ച് ഒരു ചരിത്രം നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ടോ? പക്ഷെ ഇന്ന് രാത്രിയിൽ പറയുന്നു, ഈ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അകത്ത് പറയുന്നു, ഈ പ്രതിമയൊരിക്കൽ സംസാരിക്കും, ഈ ബിംബമൊരിക്കൽ സംസാരിക്കും. ഇത് കളവ് പറഞ്ഞതല്ല, ഇത് വെറുതെ പറഞ്ഞതല്ല. കാലങ്ങൾക്ക് മുൻപേ എഴുതി ചേർക്കപ്പെട്ട ഒന്നാണ് ഇത് സംസാരിക്കുമെന്നുള്ളത്. പ്രതിമകളും ബിംബങ്ങളും എല്ലാം ആളുകളുടെ ദർശനം കൊണ്ട് സംതൃപ്തി അടയുമ്പോൾ വചനത്തിൻ്റെ അകത്ത്, സത്യവേദപുസ്തകത്തിൻ്റെ അകത്ത് എഴുതി ചേർത്തിരിക്കുന്നു, ഈ പ്രതിമയ്ക്ക് സംസാരിക്കാനുള്ള ആത്മാവിനെ കൊടുക്കണമെന്ന്. മൂന്നാമത്തെ വിഷയത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. പ്രതിമകളെല്ലാം ദർശനങ്ങൾ കൊണ്ട് സംതൃപ്തി അടയുന്നേ. പക്ഷെ വചനത്തിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു, ഈ പ്രതിമ ഒരിക്കൽ എന്തു ചെയ്യും? സംസാരിക്കും. എങ്ങനെയാ പ്രതിമ സംസാരിക്കുന്നത്? ആ ഭാഗം കൂടി പറഞ്ഞ് നമുക്കൊരുമിച്ച് ഈ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കണം. എങ്ങനെയാ പ്രതിമ സംസാരിക്കുന്നത്? ഈ കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ വല്ലാത്ത ചില ചിന്തകൾക്ക് അതീതരായിരിക്കുകയാണ്. നമ്മൾക്ക് പറയാതെ നമ്മൾ കാണുന്ന ചില കാഴ്ചകളുണ്ട്, നമ്മൾ അറിയാതെ നമ്മുടെ കണ്ണുകൾ തിരയുന്ന ചില കാഴ്ചകളുണ്ട്. ആ കാഴ്ചകളുടെ ഒന്നാമത്തെ പേരാ AI. എന്താ AI? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുക. ഏത് മേഖലകളിൽ കൂടി സഞ്ചരിച്ചാലും, ഏത് കൂളിംഗ് ഉള്ള എത്ര ബ്ലാക്ക് കളറുള്ള ചില്ലിട്ട വണ്ടിക്കകത്ത് സഞ്ചരിച്ചാലും സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ കൃത്യം നിങ്ങളുടെ വീടിൻ്റെ അടുക്കൽ ഒരു പെറ്റി വരാൻ സാധ്യതയുണ്ട്. എന്താ കാരണം? ഏത് ഭൂമിക്കടിയിലും ഏത് മണ്ണിനടിയിലും എത്ര വല്ലാത്ത സാഹചര്യത്തിലും ഇരിക്കുന്നതിനെ പൊക്കിയെടുക്കാനുള്ള, കണ്ടുപിടിക്കാനുള്ള അത്രയും അധികം വല്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇനി പ്രതിമ സംസാരിക്കുന്നതും കൂടി അറിയണ്ടേ? പറയാം. ഈ കാലഘട്ടങ്ങളിൽ നമ്മൾക്കെല്ലാം അറിയുന്ന വല്ലാത്തൊരു സംഭവമുണ്ട്. ഏകദേശം ചില വർഷങ്ങൾക്ക് മുൻപ് നിങ്ങൾക്കും ഞാനുമൊക്കെ അറിയുന്ന, പഠനത്തിന് വിധേയപ്പെട്ട ഒരു സംഭവമുണ്ടായി. സൗദി അറേബ്യയിൽ ഒരു റോബോട്ടിനെ ഉണ്ടാക്കി. ആ റോബോട്ടിന് അവർ കൊടുത്ത പേര് സോഫിയ എന്ന. ആ സോഫിയ എന്ന റോബോട്ടിനെ അവർ സൗദി പൗരത്വം കൊടുത്ത് അതിനെ അംഗീകരിച്ചു. ഇത് ഞാനോ നിങ്ങളോ എഴുതി ഉണ്ടാക്കിയ ചരിത്രമല്ല, ഇന്ന് ലോകത്ത് സംഭവിച്ചതാ. എന്താ സോഫിയ എന്ന റോബോട്ടിൻ്റെ പ്രത്യേകത? മനുഷ്യനെപ്പോലെ കരയാനും, മനുഷ്യനെപ്പോലെ ചിരിക്കാനും, മനുഷ്യനെപ്പോലെ സംസാരിക്കാനും, മനുഷ്യനെപ്പോലെ വികാരങ്ങൾ പ്രകടിപ്പിക്കാനും, മനുഷ്യനെപ്പോലെ മറുപടികൾ പറയാനും, മനുഷ്യനെപ്പോലെ ദേഷ്യപ്പെടാനുമുള്ള ഒരു വികാരം പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു പ്രതിമയായിട്ടാണ് അതിനെ അവർ സൃഷ്ടിച്ചിരിക്കുന്നത്. ബൈബിളിൽ പറഞ്ഞ വാക്യങ്ങൾ പ്രവചനത്തിൻ്റെ നിവർത്തീകരണമായിക്കൊണ്ടിരിക്കുകയല്ലേ? ഒരിക്കൽ ഈ പ്രതിമ സംസാരിക്കും. സൗദി പൗരത്വം കൊടുത്ത് സോഫിയ എന്ന് പറയുന്ന റോബോട്ടിനെ അവർ അംഗീകരിച്ചു കഴിഞ്ഞപ്പോൾ, ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മൾ കണ്ടു പല ഡിബേറ്റുകളിലും നിറഞ്ഞു നിന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അനസൂയം മറുപടി പറഞ്ഞ് അവരോടുകൂടെ കളിച്ച് ചിരിച്ചിരിക്കുന്ന, കാണാൻ കൊള്ളാവുന്ന ഒരു പ്രതിമയായ സോഫിയയുടെ ചിത്രമൊന്നും നമ്മുടെ കണ്ണിൻ മുൻപിൽ നിന്ന് മറഞ്ഞിട്ടില്ല. ഇന്നേക്ക് വർഷങ്ങൾക്ക് മുൻപ് തിരുവചനത്തിൻ്റെ അകത്ത് രേഖപ്പെടുത്തി വെച്ചു, ഒരിക്കൽ ഈ പ്രതിമ സംസാരിക്കും. കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പ്രവചനങ്ങൾ ഓരോന്നായി നിവൃത്തിയായിക്കൊണ്ടിരിക്കുന്നു. പ്രവചനങ്ങൾ ഓരോന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പ്രവചനങ്ങൾക്ക് മാറ്റമില്ല കേട്ടോ. തിരുവചനം പറഞ്ഞ പ്രവചനങ്ങൾ അതേപടി അക്ഷരം പ്രതി ഇന്നും ഭൂമിയിൽ നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ മൊബൈലൊരു വാർത്ത വന്നു. ആ വാർത്ത വളരെ രസകരമായിട്ട് എനിക്ക് തോന്നി. കേരളത്തിൻ്റെ മണ്ണിലും ഇന്ത്യയുടെ മണ്ണിലും ലോകത്തിൻ്റെ വിവിധ മണ്ണിലുമൊക്കെ ഒരു കാലഘട്ടങ്ങളിൽ നിറഞ്ഞു നിന്ന ഒരു മെയ്ഡാണ് ചൈന ഇൻ മെയ്ഡ് എന്ന് പറയുന്നത്. കാരണം എന്താ? മറ്റുള്ള ആർക്കും നിർമ്മിക്കാൻ കഴിയാത്ത സകല സംവിധാനങ്ങളും ചൈനയുടെ മണ്ണിൽ നിർമ്മിക്കും. എന്തിനു പറയുന്നു?
ആമേൻ ഏത് ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ വേണമെങ്കിലും ചൈനയ്ക്ക് നിർമ്മിക്കാൻ കഴിയും. അത്രയും അധികം നൈപുണ്യമുള്ളവരാ, അത്രയും അധികം കഴിവുള്ളവരാ, അത്രയും അധികം കരുത്തുള്ളവരാ. മനസ്സിലാകുന്നുണ്ടോ? കഴിഞ്ഞ നാളുകളിൽ ആമേൻ നമ്മളെ ലോകത്തിന് 2020 മുതൽ മുൾമുനയിൽ നിർത്തിയ കഥയൊന്നും നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ അത്രയും അധികം കാര്യങ്ങൾ നിർമ്മിച്ചെടുക്കാൻ കരുത്തുള്ളവരാണ് ചൈനയിലുള്ളവർ. ഈ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ഞാൻ കണ്ടു. എന്താണെന്നറിയാമോ? വിവാഹപ്രായമായിട്ടും വിവാഹം കഴിക്കാൻ കഴിയാതെ നിൽക്കുന്ന ആൺകുട്ടികൾക്ക് വേണ്ടി ഒരു റോബോട്ടിനെ, അവർ സൗന്ദര്യവതിയായ ഒരു റോബോട്ടിനെ നിർമ്മിച്ചിരിക്കുന്നു. 99% സംസാരിക്കുവാൻ കരുത്തുള്ളവർ, ഏത് ഭാഷയിലേക്കും ട്രാൻസ്ലേഷൻ നടത്തുവാൻ, ഭാഷാ മാറ്റം നടത്തുവാൻ കരുത്തുള്ള ഒരു പെൺകുട്ടിയെ അവർ നിർമ്മിച്ചിരിക്കുന്നു. മനസ്സിലാകുന്നുണ്ടോ? ഏകദേശം മനുഷ്യൻ്റെ മാംസത്തോട് 100% യോജിക്കുവാൻ കരുത്തോടുകൂടി അവർ ഒരു പെൺകുട്ടിയെ നിർമ്മിച്ചിരിക്കുന്നു. ചിരിക്കാൻ കരുത്തുണ്ട് കേട്ടോ, കരയാൻ കരുത്തുണ്ട് കേട്ടോ, നോക്കാൻ കരുത്തുണ്ട് കേട്ടോ, സംസാരിക്കാൻ കരുത്തുണ്ട് കേട്ടോ, വിചാര പ്രകടനങ്ങൾ അവതരിപ്പിക്കാൻ കരുത്തുണ്ട് കേട്ടോ. ആൺകുട്ടികൾക്ക് പെൺകുട്ടികളില്ലാതെ വരുന്ന കാലഘട്ടത്തിൽ ചൈനയുടെ ഒരു പുതിയ മെയ്ഡിറങ്ങി. എന്താ? അവർക്ക് വിവാഹം കഴിക്കാൻ കരുത്തോടെ നിൽക്കുന്ന ഒരു പെൺകുട്ടി എന്ന റോബോട്ട്. അവർക്ക് ഏത് കാര്യത്തിനു വേണ്ടിയും ഉപയോഗിക്കാൻ ഉപയോഗപ്രദമായ ഒരു റോബോട്ടിനെ സൃഷ്ടിച്ചു. സംസാരിക്കാൻ കരുത്തുള്ള, എന്താണെന്നറിയാമോ? കൃത്രിമ ബുദ്ധി കൊണ്ട് നിർമ്മിതമായ ചില റോബോട്ടുകൾ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൽ മാത്രമല്ല, നമ്മുടെ ലോകോത്തര രാജ്യങ്ങളിലെല്ലാം വിപണിയിലെത്തിക്കഴിഞ്ഞു. ചൈന പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ആദ്യത്തെ വിൽപ്പനകളും അത് ആദ്യം അവർ വിപണിയിലെത്തിക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്താണെന്ന്. ഞാൻ പറഞ്ഞതല്ല, നമുക്ക് വന്നിരിക്കുന്ന വാർത്തകളാ. എന്താ അർത്ഥമെന്നറിയാമോ? കാലങ്ങൾക്ക് മുൻപേ ബൈബിളിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു, പ്രതിമകൾ സംസാരിച്ചു തുടങ്ങുമെന്ന്. അങ്ങനെയെങ്കിൽ കുഞ്ഞേ, ആ പ്രവചനം നിവർത്തീകരിക്കേണ്ടേ? ആ പ്രവചനത്തിൻ്റെ അർത്ഥം നമ്മുടെ ദേശത്ത് നടക്കേണ്ടേ? ആ പ്രവചനത്തിൻ്റെ ഓരോ നിവർത്തീകരണങ്ങളും നമ്മുടെ ദേശത്ത് ദൈവമക്കൾ അനുഭവിച്ചറിയേണ്ടേ? പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ മുൻപിൽ ഓരോ പ്രവചനങ്ങളും അവർ എണ്ണി കാണേണ്ടേ? ഇന്ന് രാത്രിയിൽ വിളിച്ചു പറയുന്നു, തിരുവചനത്തിൻ്റെ അകത്ത് വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ 14-15 വാക്യങ്ങൾ പറയുന്നു, ഈ പ്രതിമയ്ക്ക് ജീവൻ കൊടുക്കണം, ഇത് സംസാരിക്കണം, ഇത് സംസാരിക്കുന്ന പ്രതിമയായി മാറണം, ഈ പ്രതിമയെ ആരാധിക്കണം, ഈ പ്രതിമ പറയുന്നത് കേൾക്കണം, ഈ പ്രതിമയെ വണങ്ങണം, ഇതിനെ മാത്രം സ്തുതിക്കണമെന്ന് പറയുന്ന ഒരു കാലഘട്ടം വരുന്നുണ്ട്. എൻ്റെ പൊന്നു ദൈവമക്കളെ, ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയുന്നു, സമയം ഏറ്റവും അതിക്രമിച്ചിരിക്കുകയാണ്. അരുമനാഥൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. പ്രവചനം അതിൻ്റെ നിവർത്തീകരണത്തിലേക്ക് എത്തുന്നതിന് മുൻപ്, പ്രതിമകൾ സംസാരിച്ചു തുടങ്ങുന്നതിന് മുൻപ്, അതിൻ്റെ നിവർത്തീകരണത്തിലേക്ക് വന്നെത്തുന്നതിന് മുൻപ്, ഇന്ന് രാത്രിയിൽ അഭിമാനത്തോടെ ഞാൻ വിളിച്ചു പറയുന്നു, ആമേൻ. 1 തെസ്സലോനിക്ക ലേഖനം 4-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം നമ്മളോട് ഇങ്ങനെയാണ് പറഞ്ഞത്, കർത്താവ് തൻ ഗംഭീരനാദത്തോട്, പ്രധാന ദൂതന്റെ ശബ്ദത്തോട്, ദൈവത്തിന്റെ കാഹളത്തോടും കൂടി അവൻ നമ്മളെ ചേർക്കാൻ വരാൻ സമയമായിരിക്കുകയാ. ഇത് വെറുതെ പറയുന്ന വാക്കല്ല കേട്ടോ, ഇതേതെങ്കിലും ശാസ്ത്രം വായിച്ചിട്ട് പറയുന്ന വാക്കല്ല കേട്ടോ, ഇതേതെങ്കിലും പഠനം കൊണ്ട് പറയുന്ന വാക്കല്ല, മനുഷ്യന്റെ അറിവ് കൊണ്ട് പറയുന്ന വാക്കല്ല. കാലങ്ങൾക്ക് മുൻപേ, വർഷങ്ങൾക്ക് മുൻപേ, പണ്ട് അവൻ പറഞ്ഞ അവന്റെ പദ്ധതിയിലുള്ള പ്രവചനത്തിന്റെ നിവർത്തീകരണങ്ങൾ ഇന്നും ഭൂമിയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പോൾ പ്രവചനത്തിൻ്റെ നിവർത്തീകരണത്തിൽ പ്രതിമ സംസാരിക്കുന്നു. എങ്ങനെ പ്രതിമ സംസാരിക്കുന്നു? പല പ്രതിമകൾക്കും ജീവൻ കൊടുത്തു, പല പ്രതിമകൾക്കും വികാരം കൊടുത്തു. നമ്മളറിയുന്നത് പോലെ പല പ്രതിമകളും ചോദ്യോത്തരവേദികളിൽ ചോദ്യങ്ങൾക്കും മറുപടി നൽകിക്കൊണ്ടിരിക്കുന്നു. സംവാദങ്ങൾക്കും ഡിബേറ്റുകൾക്കുമെല്ലാം പ്രതിമകൾ കടന്നു ചെല്ലുന്നു, റോബോട്ടുകൾ കടന്നു ചെല്ലുന്നു. മനുഷ്യൻ്റെ മാംസത്തോട് 100% നീതി പുലർത്തുന്ന പ്രതിമകളെ മനുഷ്യൻ സൃഷ്ടിച്ചു തുടങ്ങി. ഇനി അറിയണ്ടേ എന്താ ശൂന്യമാക്കുന്ന മ്ലേച്ഛതയെന്ന്? അറിയാം, പറഞ്ഞു തരാം, ശ്രദ്ധിച്ച് കേട്ടോണം. ആമീൻ. ഈ സംസാരിക്കുന്ന പ്രതിമയെ
കൊണ്ട് ആലയത്തിൽ കൊണ്ടുവെക്കണം. ആലയത്തിൽ കൊണ്ടുവെക്കുമ്പോൾ ആമേൻ ശൂന്യമാക്കുന്ന മ്ലേച്ഛത ആലയത്തിൻ്റെ അകത്ത് വെളിപ്പെടും. എത്ര പേർക്ക് കരമുയർത്തി ആമേൻ എന്ന് പറയാൻ കഴിയുന്നുണ്ട്? ആമേൻ. ഈ പ്രതിമയെ ആലയത്തിൻ്റെ അകത്ത് കൊണ്ടുവെക്കുമ്പോൾ ആമേൻ പ്രവചനങ്ങൾ ഓരോന്നും നിവൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ശൂന്യമാക്കുന്ന മ്ലേച്ഛത ആലയത്തിൻ്റെ അകത്ത് വെളിപ്പെടും. സംസാരിക്കുന്ന പ്രതിമ ആലയത്തിൻ്റെ അകത്ത് വരാൻ സമയമായി. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് ഇന്ന് രാത്രിയിൽ ഒരു സന്ദേശം പറയുകയാണ്. എൻ്റെ പൊന്നു ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ ആമേൻ ഉണർന്ന് ഉറങ്ങുന്ന ദൈവമക്കൾ ഉറക്കമുണർന്ന് ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കണം. കാരണം പ്രവചനത്തിൻ്റെ നിവർത്തീകരണങ്ങൾ, യേശുവിൻ്റെ വരവിനെ ത്വരിതപ്പെടുത്തുന്ന പ്രവചനത്തിൻ്റെ നിവർത്തീകരണങ്ങൾ ഓരോന്നായി നമ്മുടെ ദേശത്ത് വെളിപ്പെടാൻ സമയമായിരിക്കുകയാണ്. ആ പ്രവചനത്തെ ആർക്കും തടയാൻ കഴിയത്തില്ല. ആ പ്രവചനത്തിൻ്റെ നിവർത്തീകരണത്തെ ആർക്കും മാറ്റുവാൻ കഴിയത്തില്ല. ഇന്ന് രാത്രിയിൽ നമ്മൾ വിശ്വസിക്കുന്നത് പോലെ, നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമ്മളെ ചേർക്കുവാൻ, നമ്മളെ കൂട്ടുവാൻ, പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ കൊണ്ടുപോകുവാൻ, ദൈവസഭയെ തൻ്റെ വിശുദ്ധന്മാരെ അവൻ്റെ അരികിലേക്ക് എടുത്തു കൊണ്ടുപോകുവാൻ ആകാശം മണ്ഡലങ്ങളിൽ അവൻ വരാൻ സമയമായി എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ മാത്രം ഇന്ന് രാത്രിയിൽ ആ കരമൊന്നടിച്ച് അല്പനിമിഷം ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ട്. പ്രവചനങ്ങൾ ഓരോന്നും നിവർത്തിയാകുന്നത് നമ്മൾ കാണുന്നില്ലേ? പ്രവചനങ്ങൾ ഓരോന്നും സംഭവിക്കുന്നത് നമ്മൾ കാണുന്നില്ലേ? സംസാരിക്കുന്ന പ്രതിമകൾ ദേശത്ത് എഴുന്നേൽക്കുന്നത് നമ്മൾ അറിയുന്നില്ലേ? വികാരങ്ങളും വിചാരങ്ങളും പ്രകടിപ്പിക്കാൻ കരുത്തുള്ള പ്രതിമകൾ ദേശത്ത് കടന്നു വരുന്നത് നമ്മൾ കാണുന്നില്ലേ? എന്നാൽ ഇന്ന് രാത്രിയിൽ അഭിമാനത്തോടെ വിളിച്ചു പറ, ഇതൊക്കെ സംഭവിക്കുമ്പോൾ ഞങ്ങൾ വിശ്വസിക്കുന്നു, ഇതൊന്നുമല്ല ഞങ്ങൾക്ക് ആവശ്യം, ഞങ്ങളെ ചേർപ്പാൻ കരുത്തുള്ള ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നുണ്ട്. ആലയത്തിൽ സംസാരിക്കുന്ന പ്രതിമ കൊണ്ടുവെക്കുമ്പോൾ ശൂന്യമാക്കുന്ന മ്ലേച്ഛത ആലയത്തിൽ വെളിപ്പെടും. 3, എന്താ സംസാരിക്കുന്ന പ്രതിമയ്ക്ക് ഇത്ര പ്രത്യേകത എന്നല്ലേ പറഞ്ഞവസാനിപ്പിക്കാം. സംസാരിക്കുന്ന പ്രതിമ ആലയത്തിൽ കൊണ്ടുവച്ച് കഴിയുമ്പോൾ അടുത്തൊരു നിയോഗം ആമേൻ അന്തിക്രിസ്തു വിളംബരം ചെയ്യും. എന്താണെന്നറിയാമോ? ഈ പ്രതിമയുടെ ആമേൻ പേരോ അതിൻ്റെ നമ്പരോ കൈമേലോ നെറ്റിമേലോ ഇല്ലാത്തവർക്ക് വിൽക്കുവാനോ വാങ്ങുവാനോ കഴിവുള്ളതല്ല. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? കുഞ്ഞേ, മൈക്രോചിപ്പിൻ്റെ നടപടിക്രമങ്ങൾ ലോകത്ത് സംഭവിച്ചു കഴിഞ്ഞു. പല ആളുകളിലേക്കും അവരുടെ നിയന്ത്രണത്തെ മൈക്രോചിപ്പ് ഏറ്റെടുത്തു കഴിഞ്ഞു. വിൽക്കണമെങ്കിൽ വാങ്ങണമെങ്കിൽ ഇത് നെറ്റിമേലോ കൈമേലോ ഇല്ലെങ്കിൽ എനിക്കോ നിങ്ങൾക്കോ വിൽക്കുവാനും വാങ്ങുവാനും കഴിയില്ല. ശാന്തമായി പറയുന്നു, വലിയവരെന്നില്ല, ചെറിയവരെന്നില്ല, അടിമകളെന്നില്ല, പാമരെന്നില്ല, പണക്കാരനെന്നില്ല, സകല മനുഷ്യരുടെയും നെറ്റിമേലും അവരുടെ കൈമേലും ഈ ചിപ്പ് ഘടിപ്പിക്കണം. അല്ലെങ്കിൽ അവരുടെ നെറ്റിമേൽ ഇതിൻ്റെ നമ്പർ എഴുതണം. ഇന്ന് രാത്രിയിൽ പറയുന്നു, അത് സംഭവിക്കുന്നതിന് മുൻപ് ദൈവസഭ ഇവിടെ നിന്നെടുക്കപ്പെടും. അത് കാണാൻ സ്വർഗം നിന്നെ അനുവദിക്കത്തില്ല. എത്ര പേർക്ക് ഇന്ന് രാത്രിയിൽ അഭിമാനത്തോടെ പറയാൻ കഴിയും, അതിനു മുൻപ് എന്നെ ചേർക്കുവാൻ അരുമനാഥൻ ഇവിടെ കടന്നു വരും. ആകാശമണ്ഡലങ്ങളിൽ അതിൻ്റെ അടയാളങ്ങൾ കണ്ടു തുടങ്ങി. സൂര്യനിലും ചന്ദ്രനിലും അതിൻ്റെ അടയാളങ്ങൾ ഞാൻ കണ്ടു തുടങ്ങി. ദേശത്തെങ്ങും അതിൻ്റെ അടയാളങ്ങൾ ഞാൻ കണ്ടു തുടങ്ങി. ദേശനിവാസികളുടെ ഇടയിൽ ഞാൻ കണ്ടു തുടങ്ങി. കടലിൽ ഞാൻ അടയാളങ്ങൾ കണ്ടു തുടങ്ങി. പ്രകൃതി ദുരന്തങ്ങൾ നടക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിനറിയാം എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുകയാ. കുഞ്ഞേ, അപകടങ്ങൾ നിരവധി ദേശത്ത് നടക്കുന്നുണ്ട്. നിരവധി അപകടങ്ങളുടെ പരമ്പരകൾ ദേശത്ത് നടക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് രാത്രിയിൽ പറയുന്നു, വലിയൊരു അപകടം സംഭവിക്കുന്നുണ്ട്. മറ്റൊരു അപകടം നടക്കുന്നതിന് മുൻപ് പ്രാർത്ഥിക്കുന്ന ദൈവസഭ ഇവിടെ നിന്ന് എടുക്കപ്പെടും. ഇന്ന് രാത്രിയിൽ നമ്മൾ അറിയണം, സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും യേശുവിൻ്റെ വരവിൻ്റെ ത്വരിതപ്പെടുത്തുന്ന പ്രവചനത്തിൻ്റെ നിവർത്തീകരണങ്ങൾ. രണ്ടാമത്തത്, ശൂന്യമാക്കുന്ന മ്ലേച്ഛത ആലയത്തിൻ്റെ അകത്ത്. എന്താ? സംസാരിക്കുന്ന പ്രതിമയെ കൊണ്ട് ആലയത്തിൽ കൊണ്ടുവന്ന് വെച്ച് ആലയത്തിൻ്റെ അകം ശൂന്യമാക്കുന്ന മ്ലേച്ഛതയുടെ അനുഭവം വെളിപ്പെടുത്തുന്നു. മൂന്നാമത്തത്, കൈമേലോ നെറ്റിമേലോ സംഖ്യയോ പേരോ എഴുതാത്തവർക്ക് വിൽക്കുവാനോ വാങ്ങുവാനോ കഴിയത്തില്ല. ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് പറയുന്നു, യേശു വരാൻ സമയമായി.
അവൻ്റെ വരവ് സമാഗതമായിരിക്കുകയാണ്. ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകളൊന്ന് അടയ്ക്കാമോ? പ്ലീസ് ക്ലോസ് യുവർ ഐസ്. എല്ലാ കണ്ണുകളും ഒന്ന് അടച്ചേ. ഇന്ന് രാത്രിയിൽ പ്രാർത്ഥനയ്ക്കായി സമയത്ത് എന്ന് വേർതിരിച്ച് ദൈവത്തോട് ഇന്ന് രാത്രിയിൽ ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, ഈ പ്രവചനത്തിൻ്റെ നിവർത്തീകരണങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി ഞങ്ങളെ കേൾക്കുന്ന ദേശനിവാസികളോട് ഞങ്ങൾ പറയുകയാണ്, ദേശത്ത് നിരവധി പ്രകൃതി ദുരന്തങ്ങൾ നടക്കുന്നുണ്ട്. എല്ലാത്തിനും പല കാരണമാണ്. ദേശത്ത് നിരവധി അനിഷ്ട സംഭവങ്ങൾ നടക്കുന്നുണ്ട്. എല്ലാത്തിനും പല കാരണമാണ്. ഉരുളുപൊട്ടലിന് പല കാരണങ്ങളുണ്ട്. ഭൂകമ്പങ്ങൾക്ക് പല കാരണങ്ങളുണ്ട്. അപകടങ്ങൾക്ക് പല കാരണങ്ങളുണ്ട്. ആകാശത്ത് മേഘവിസ്ഫോടനത്തിന് പല കാരണങ്ങളുണ്ട്. തോരാ പെയ്യുന്ന മഴയ്ക്ക് പല കാരണങ്ങളുണ്ട്. കൊടുങ്കാറ്റ് വീശുന്നതിന് പല കാരണങ്ങളുണ്ട്. സുനാമി അടിക്കുന്നതിന് പല കാരണങ്ങളുണ്ട്. പക്ഷെ ഇന്ന് രാത്രിയിൽ സ്വർഗത്തിലേക്ക് എത്തിക്കാതിരിക്കുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ. അത് നിന്റെ ജീവിതത്തിലെ പാപമെന്ന ഒറ്റ കാരണമാണ്. അതിന് പല കാരണമില്ല സഹോദര, പല കാരണമില്ല സഹോദരി. ഇന്ന് രാത്രിയിൽ ആ പാപത്തെ വിട്ടൊഴിഞ്ഞുകൊണ്ട് ഈ പ്രവചനത്തിൻ്റെ നിവർത്തീകരണം സംഭവിക്കുന്നതിന് മുൻപ്, ആകാശമണ്ഡലങ്ങളിൽ കാഹള ശബ്ദം കേൾക്കുന്നതിന് മുൻപ്, ഇന്ന് രാത്രിയിൽ ദൈവസഭ എടുക്കപ്പെടുന്നതിന് മുൻപ് ഈ ദൈവസഭയോട് ചേർന്ന് എനിക്കും ആരാധിക്കണം, എനിക്കും പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഈ സുവിശേഷ മഹായോഗത്തിൻ്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ സഹോദര, ഇന്ന് രാത്രിയിൽ മറ്റൊന്നും വേണ്ട കേട്ടോ. പണം വേണ്ട കേട്ടോ, ധനം വേണ്ട കേട്ടോ, സമ്പത്തൊന്നും വേണ്ട കേട്ടോ, വസ്തുവകകളൊന്നും വേണ്ട കേട്ടോ. നീ ഇവിടെ കടന്നു വരണമെന്നില്ല കേട്ടോ. ഇന്ന് രാത്രിയിൽ നീ ആയിരിക്കുന്ന സ്ഥലത്ത്, വഴിയോരങ്ങളിലായിക്കൊള്ളട്ടെ, കടവരാന്തകളിലായിക്കൊള്ളട്ടെ, വീട് വരാന്തകളിലോ വീടിൻ്റെ അകത്തളത്തോ അടച്ചിട്ട മുറിക്കകത്തോ, ഏത് സാഹചര്യത്തിലാണെങ്കിലും, വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും, ഇന്ന് രാത്രി സഹോദര ഈ ശബ്ദം നീ കേൾക്കുന്നുവെങ്കിൽ ഇതിന് പണമിടപാട് ആവശ്യമില്ല. ഒറ്റ മാർഗമേ ഉള്ളൂ. ഞാൻ എൻ്റെ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നു. ഈ അപകടങ്ങളിൽ നിന്ന്, ഈ ആപത്തുകളിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണം. ആകാശത്തും ഭൂമിയിലും ഒരുപോലെ പ്രവചനത്തിൻ്റെ നിവർത്തീകരണങ്ങൾ സംഭവിക്കുമ്പോൾ എന്തോ ഒന്ന് ഈ ദേശത്ത് സംഭവിക്കാൻ പോകുന്നുവെന്ന് നിങ്ങൾ പറയുക മാത്രമല്ല, ഞങ്ങൾക്കറിയാം. അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഇന്ന് രാത്രിയിൽ ഞങ്ങളെ ഒന്ന് സഹായിക്കണമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. ഒരു വാക്ക് ദേശമേ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളോടുകൂടി ഒരു വാക്ക് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാമോ? ഞങ്ങളുടെ യേശുവേ, അങ്ങ് ഞങ്ങളുടെ പാപത്തിന് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അങ്ങ് വീണ്ടും ഞങ്ങളെ ചേർപ്പാൻ വേണ്ടി കടന്നു വരും. അത് തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ വേണ്ടിയാണെന്ന് ഇന്ന് രാത്രിയിൽ ഈ വാക്കുകൾ കൊണ്ട് ഞാൻ വായ്മൊഴിയായി ഏറ്റു പറയുന്നു. അത് ഞാൻ എൻ്റെ ഹൃദയത്തിൽ അംഗീകരിക്കുന്നു. അവിടുത്തെ മകനായി, അവിടുത്തെ മകളായി ജീവിപ്പാൻ അവിടെ നിന്ന് സഹായിക്കണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് രാത്രിയിൽ പന്തലിൻ്റെ അകത്തളത്തിൽ വന്നിരിക്കുന്ന ദൈവജനത്തോട്, സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിൻ്റെ അകത്തൊരു മാറ്റം വേണ്ടേ? കഴിഞ്ഞ നാളുകളിൽ നീ അനുഭവിച്ച ചില പ്രതിസന്ധികളുണ്ട്. കഴിഞ്ഞ നാളുകളിൽ നീ അനുഭവിച്ച ചില വേദനകളുണ്ട്. തോരാ വേദനകൾ പലപ്പോഴും നിന്നെ വല്ലാത്തൊരു അപകടങ്ങളിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ഉറ്റവരും ഉടയവരും നിന്റെ കൂടെയുണ്ട്, കൂടപ്പറപ്പുകൾ നിന്റെ കൂടെയുണ്ട്. പക്ഷേ ഇന്ന് രാത്രിയിൽ പ്രവചനത്തിൻ്റെ നിവർത്തീകരണങ്ങൾ ഓരോന്നായി നടന്നുകൊണ്ടിരിക്കുകയാണ്, ഓരോന്നായി സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ പ്രവചനത്തിൻ്റെ നിവർത്തീകരണം ഇവിടെ നടക്കുന്നതിന് മുൻപ്, അത് നിവർത്തിയാകുന്നതിന് മുൻപ് എൻ്റെ യേശു വരാൻ സമയമായി. അതിന് തടസ്സമായി ജീവിതത്തിൻ്റെ അകത്തളത്തിൽ പാപത്തിൻ്റെ സ്വഭാവമോ, വല്ലാത്ത ഭിന്നതയുടെ അവസ്ഥയോ, വല്ലാത്ത വേദനിപ്പിക്കുന്ന അവസ്ഥകളോ, രോഗത്തിൻ്റെയോ ശാപത്തിൻ്റെയോ ഏതെങ്കിലുമൊക്കെ പാരമ്പര്യത്തിൻ്റെയോ കെട്ടുകളുടെ അകത്തളത്തിൽ നീ കുടുങ്ങിക്കിടപ്പുണ്ടോ? ഇന്ന് രാത്രിയിൽ പ്രാർത്ഥന നിനക്ക് ആവശ്യമെങ്കിൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. ഒരു നിമിഷം എല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നാട്ട് വേഗത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ്റെ വരവിൽ എനിക്ക് എടുക്കപ്പെടണം. ഞാൻ തള്ളപ്പെടുന്നവരുടെ കൂടെ ആയി പോകരുത്. കാഹള ശബ്ദം കേൾക്കുമ്പോൾ ഇവിടെ നിന്ന് പറന്നുയരുന്നവരുടെ കൂടെ എനിക്കും പോണം. അതിനെൻ്റെ വിശുദ്ധിയെ തകർക്കുന്ന, പ്രാർത്ഥനയെ തകർക്കുന്ന, ആരാധനയെ തകർക്കുന്ന
ഏതെങ്കിലുമൊക്കെ അവസ്ഥകൾ എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ സഹോദരങ്ങളെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആർക്കെങ്കിലും പറയാൻ ചങ്കൂറ്റമുണ്ടെങ്കിൽ, ഞാനൊരു രോഗത്തിനടിമയാണ്, ഭാരത്തിനടിമയാണ്, ഒരു പ്രാർത്ഥന എനിക്ക് ആവശ്യമാണ്, എൻ്റെ കുടുംബത്തിൻ്റെ തകർച്ചയ്ക്ക് ഒരു പ്രാർത്ഥന ആവശ്യമാണ്, എൻ്റെ തലമുറകളുടെ നാശം വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോയി, ഒരു പ്രാർത്ഥന എനിക്ക് ആവശ്യമാണെന്ന് ഇന്ന് രാത്രിയിൽ ഈ പന്തലിൻ്റെ അകത്ത് കടന്നു വന്നിരിക്കുന്ന ആർക്കെങ്കിലും സന്തോഷത്തോടെ ചങ്കൂറ്റത്തോടെ പറയാൻ കരുത്തുണ്ടെങ്കിൽ, പ്രാർത്ഥന ആവശ്യമുള്ളവർ മാത്രം ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. Oh Jesus, thank you Lord. Oh hallelujah. കരമുയർത്തിയ ഒരു പ്രാവശ്യം കൂടി കരമുയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. കർത്താവേ, ഈ കരമുയർത്തിപ്പിടിച്ചിരിക്കുന്ന ജനത്തിനായി സ്തോത്രം, സഹോദരങ്ങൾക്കായി സ്തോത്രം. അവരുടെ ആവശ്യങ്ങൾ ഞങ്ങൾക്കറിയില്ല, അവരുടെ ജീവിതത്തിൻ്റെ അകത്ത് അവർ അഭിമുഖീകരിക്കുന്ന ഏതൊക്കെ പ്രശ്നമാണെന്ന് ഞങ്ങൾക്കറിയില്ല. ഇന്ന് രാത്രിയിൽ കർത്താവേ, ആകാശത്ത് സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ഒരുപോലെ ഞങ്ങൾ അവിടുത്തെ വരവിനെ ത്വരിതപ്പെടുത്തുന്ന പ്രവചനത്തിൻ്റെ നിവർത്തീകരണങ്ങൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് നിവർത്തിയാകാൻ ആമേൻ അടുത്ത സമയം മാത്രം മതി. കർത്താവേ, ആലയത്തിൻ്റെ അകത്ത് ശൂന്യമാക്കുന്ന മ്ലേച്ഛത വെളിപ്പെടാൻ സമയമായി. സംസാരിക്കുന്ന പ്രതിമകൾ ദേശത്ത് നിരവധി എഴുന്നേറ്റ് കഴിഞ്ഞു. ഇതെല്ലാം ഞങ്ങൾ കാണുന്നത് അവിടുത്തെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു എന്ന്. ഇന്ന് രാത്രി സർവശക്തനായ ദൈവമേ, ആ വരവിലെടുക്കപ്പെടുവാൻ കഴിയാതെ ഏതെങ്കിലും വിധത്തിൽ ഭാരത്തിലോ പ്രയാസത്തിലോ പാപത്തിൻ്റെ അവസ്ഥകളിലോ ഈ ജനത്തിൽ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ, രോഗത്തോടെയോ ഭാരത്തോടെയോ വേദനയോടെയോ തലമുറകളെക്കുറിച്ചുള്ള ആദിയും വ്യാധിയും കയറി വല്ലാത്തൊരു നിരാശയിൽ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ, ഇന്ന് രാത്രിയിൽ കർത്താവേ, ഇവരെ അവിടുന്ന് സംരക്ഷിക്കണം. ഒരു വിടുതൽ ഇവർക്ക് അവിടുന്ന് കൊടുക്കണം, ഒരു സൗഖ്യം അവിടുന്ന് കൊടുക്കണം. ഇന്ന് രാത്രിയിൽ ഇവർ മടങ്ങിപ്പോയി ഭവനത്തിലെത്തുവോളം ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവരോട് കൂടിയിരിക്കണം. വലിയൊരു സൗഖ്യത്തിൻ്റെ ആത്മാവ് ഇവരുടെ കുടുംബത്തിൽ അവിടുന്ന് വ്യാപരിക്കണം. ഇന്ന് രാത്രിയിൽ അങ്ങയുടെ വരവെങ്കിൽ ഒരുമിച്ച് ഞങ്ങൾ എടുക്കപ്പെടുവാൻ സ്വർഗം അവിടുന്ന് ഒരുക്കണം. ഇവരെ അവിടുന്ന് കൃപയിൽ സൂക്ഷിക്കും, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആ കരമൊന്ന് ചേർത്തടിച്ച് അല്പനിമിഷം ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഓ, എല്ലാ കരങ്ങളും അടിച്ച് അല്പനിമിഷം പ്രാർത്ഥനയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. അതരങ്ങളെ തുറന്ന് ഓ പോരാ ശക്തിയോടെ കർത്താവുതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും, കർത്താവുതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ ചേർന്ന്, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ കണ്ണീരുറങ്ങിയിടുന്ന ശുദ്ധിമാന്മാർ കാഹളനാദം ചേർന്ന നിമിഷം കരകളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ച് ഉറങ്ങിയിടുന്ന ശുദ്ധിമാന്മാർ കാഹളനാദം കേൾക്കുന്ന മാത്രയിൽ എഴുതുന്നുയർന്നു വാനിൽ ചേർന്നിടുമേ, പെട്ടെന്നുയർന്നു വാനിൽ ചേർന്നിടുമേ. തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം പ്രാപിക്കും അവർ. തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം പ്രാപിക്കും അവർ. കർത്താവുതൻ ഗംഭീരനാദത്തോടും ശക്തിയോടെ അല്പനിമിഷം യേശുവിനെ ആരാധിക്കട്ടെ. ശബ്ദത്തോടും രാത്രിയിൽ അവന്റെ വരവാസന്നമായിരിക്കുന്ന ഈ സമയത്ത് കർത്താവുതൻ ഗംഭീരനാദത്തോടും
പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി അവൻ നമ്മളെ ചേർപ്പാൻ ആകാശമണ്ഡലങ്ങളിൽ കടന്നു വരുമ്പോൾ എടുക്കപ്പെടുവാൻ വിശ്വസ്തയോടെ, വിശുദ്ധിയോടെ, ആഗ്രഹത്തോടെ, പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന ദൈവജനം ആ കരങ്ങളെ ചേർത്തടിച്ച് എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ കുഞ്ഞാട്ടിൻ കല്യാണ മകൾ ദിനത്തിൽ തന്റെ കാന്തയാകും വിശുദ്ധ സഭ. കുഞ്ഞാട്ടിൻ കല്യാണ മകൾ ദിനത്തിൽ തന്റെ കാന്തയാകും വിശുദ്ധ സഭ. മണിയറയ്ക്കുള്ളിൽ കടക്കുമെന്നാൽ, മണിയറയ്ക്കുള്ളിൽ കടക്കുമെന്നാൽ എന്തെന്തു സന്തോഷം, എന്തെന്തു സന്തോഷം, എന്തെന്തു സന്തോഷമുണ്ടാം അവർക്ക്. 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 തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം, ഓ തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം അറിയിക്കും അവർ. ഓ എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം. ചേർന്നാൽ പരമിഷം, കരങ്ങളെ ചേർത്തടിച്ചാൽ പരമിഷം അന്യഭാഷകളിൽ ദൈവത്തെ സ്തുതിക്കട്ടെ. രാത്രിയിൽ ഈ സുവിശേഷ മഹായോഗത്തിന്റെ അവസാനം കുറിക്കുമ്പോൾ ഈ ദേശത്ത് വലിയൊരു വിടുതൽ നടക്കുവാൻ, ഈ ദേശത്ത് വലിയൊരു സൗഖ്യം നടക്കുവാൻ, ചില കുടുംബങ്ങൾ യേശുവിനെ അറിയുവാൻ, ചില കുടുംബത്തിന്റെ അകത്തളത്തിൽ ദൈവിക പ്രവർത്തികൾ വെളിപ്പെടുവാൻ, പ്രവചനത്തിന്റെ നിവർത്തീകരണം ദേശത്ത് നടക്കുന്നതിന് മുൻപ്, ആലയങ്ങളിൽ നടക്കുന്നതിന് മുൻപ്, ആകാശമണ്ഡലങ്ങളിൽ നടക്കുന്നതിന് മുൻപ് ചില ജീവിതങ്ങളും കൂടി, ചില വ്യക്തികളും കൂടി യേശുവിനെ അറിയുവാൻ ഇന്ന് രാത്രിയിൽ അല്പനിമിഷം വായികളെ തുറന്ന്, ആദരം തുറന്ന് ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് ആരാധിക്കട്ടെ. വായികളെ തുറന്ന് ചില മിനിറ്റുകൾ ദൈവത്തെ സ്തുതിക്കട്ടെ. നമ്മളിവിടെ കേൾക്കുവാനിടയായി തീർന്നു. കർത്താവിൻ്റെ വരവ് ആസന്നം. അത് പറയുവാൻ കാരണം ഒരിക്കൽ കർത്താവ് വരുമെന്ന് പറഞ്ഞത് അത് നിവർത്തീകരിക്കുവാനിടയായി തീർന്നു. സകല മാനവകുലത്തിൻ്റെയും പാപത്തിൻ്റെ പരിഹാരത്തിനായി ദൈവം മനുഷ്യനായി ഈ ലോകത്തിലേക്ക് വന്നത് അത് സംഭവിച്ചു. അത് പ്രവചന പുസ്തകങ്ങളിൽ ഉണ്ടായിരുന്നു. മുന്നമേ കർത്താവ് വരുമെന്ന് പറഞ്ഞത് എല്ലാം ഉണ്ടായിരുന്നു, ദൈവവചനത്തിലുണ്ടായിരുന്നു, ബൈബിളിലുണ്ടായിരുന്നു. അത് അതുപോലെ തന്നെ സംഭവിക്കുവാനിടയായി തീർന്നു. അതുപോലെ തന്നെ വീണ്ടും പറയുകയാണ്, കർത്താവ് വീണ്ടും വരും. ആമേൻ. ആരൊക്കെയാണോ ദൈവത്തെ സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് ദൈവത്തിനായി നിലനിൽക്കുന്നവരെ, അവരെ ചേർക്കുവാൻ വേണ്ടി നമ്മുടെ കർത്താവ് വീണ്ടും വരുവാനായി പോകുന്നു. ഒരിക്കൽ വന്നത് മാനവകുലത്തിന് വേണ്ടി മരിക്കുവാൻ, അടുത്തു വരുന്നത് മാനവകുലത്തെ ചേർക്കുവാൻ. ആരൊക്കെയാണോ തന്നെ കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കുവാൻ കർത്താവ് വീണ്ടും വരും. അതിനുള്ള മൂന്ന് തെളിവുകൾ ഇവിടെ പ്രിയ അഭിഷിക്തനിവിടെ പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. കർത്താവിൻ്റെ വരവിന് സൂര്യൻ ഇരുണ്ടുപോകും. വരവിൻ്റെ ലക്ഷണമായി സൂര്യനിൽ ഇരുണ്ടുപോകുവാൻ ഇടയായി തീരും. വീണ്ടും ദൈവവചനം പറയുന്നു, ശൂന്യമാകുന്ന മ്ലേച്ഛത അത് സംഭവിക്കുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. പിന്നെ പ്രതിമ സംസാരിക്കും. 3 കാര്യങ്ങളെക്കുറിച്ച് പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ആമേൻ. അതുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ വരവിന് ഒരുങ്ങാം. നമ്മളെ കരങ്ങളിലുള്ള ബൈബിളിൽ എന്താണ് സത്യം എഴുതിയിരിക്കുന്നത് നമുക്ക് വായിച്ചു നോക്കാം. നമുക്ക് ബൈബിളിലുള്ള കാര്യമാണ് പ്രിയ അഭിഷിക്തൻ ഇവിടെ പ്രസംഗിക്കുവാൻ ഇടയായി തീർന്നു. നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിൽ ദൈവത്തിൻ്റെ ഒരു പുസ്തകം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ ജീവൻ്റെ ജീവൻ്റെ നമുക്ക് ആധാരമായി ഒരു പ്രമാണം നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. അത് നമ്മുടെ എല്ലാവരെയും വീടുകളിലുണ്ട്. നമുക്കത് വായിച്ച് മനസ്സിലാക്കാം. ഇന്ന് രാത്രികാലം ആ ദൈവത്തിൻ്റെ കൃപ നമ്മോട് കൂടെ ഇരിക്കട്ടെ.